മൂന്നാം ക്ലാസ്സിലെ എല്ലാ കൊച്ചു കൂട്ടുകാർക്കും സയൻസ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമുക്കിന്ന് സയൻസ് രണ്ടാമത്തെ ചാപ്റ്റർ ജന്തുലോകത്തേക്ക് ടു ദി വേൾഡ് ഓഫ് അനിമൽസ്. ഈ ചാപ്റ്റർ ഒന്ന് നോക്കാം. ഒരു പിക്ചർ കണ്ടില്ലേ? ഒരു പെൺകുട്ടി വീടിൻ്റെ മുറ്റത്ത് നിൽക്കുന്നു, കുറേ മൃഗങ്ങൾ ചുറ്റും നിൽക്കുന്നു. വായിച്ചു നോക്കാം. Wow, all of you have come early today. Very good. See, her friend Mitra came out of her house. Children, you have seen the surroundings of Mitra's house. Which creatures are there in the picture? Among these, which creatures do Mitra raise? Which creatures do human raise as pets? അതായത് മിത്ര എന്നുള്ള പെൺകുട്ടിയാണ് ഈ ചിത്രത്തിൽ നിൽക്കുന്നത്. ഇവള് പറയാണ്, ഇവളുടെ കൂട്ടുകാരാണ് ഇവരൊക്കെ. ഇവരെ കണ്ടിട്ട് എന്താ പറയുന്നത്? ഇന്ന് എല്ലാവരും നേരത്തെ എത്തിയല്ലോ എന്നും പറഞ്ഞ് അവൾ വീടിന് പുറത്തേക്ക് ഇറങ്ങി നിൽക്കുകയാണ്. പിന്നെ നമ്മൾ മിത്രയുടെ വീടിൻ്റെ പരിസരമൊക്കെ കണ്ടല്ലേ? ഏതെല്ലാം ജീവികളാണ് ഈ ചിത്രത്തിലുള്ളത്? ഏതെല്ലാം ജീവികളാണ്? ഡോഗ്, ഹെൻ, ഗോട്ട്, കാഫ്, പാരറ്റ്, ബട്ടർഫ്ലൈ, ക്രോ, വുഡ്പെക്കർ, ക്യാറ്റ്, സ്കോറൽ. ഇത്രയും ജീവികളുണ്ടല്ലേ ഈ മിത്ര എന്ന് പറയുന്ന പെൺകുട്ടിയുടെ വീട്ടുമുറ്റത്ത്. അടുത്ത ചോദ്യത്തിനകത്ത് എന്തായിരുന്നു? ഇവയിൽ മിത്ര വളർത്തുന്ന ജീവികൾ ഏതൊക്കെയായിരിക്കാം? ഏതൊക്കെയായിരിക്കും മിത്ര വളർത്തുന്ന ജീവികൾ? ഡോഗ്, ഹെൻ, ഗോട്ട്, കൗ, പാരറ്റ്, ക്യാറ്റ്. ഇവയൊക്കെ മിത്ര വളർത്തുന്നുണ്ടാവും അല്ലേ? പിന്നെ ഇപ്പം മനുഷ്യനെ ഇണക്കി വളർത്തുന്ന ജീവികൾ ഏതൊക്കെയാണ്? ഇവയൊക്കെ തന്നെയാണ് മനുഷ്യനും ഇണക്കി വളർത്തുന്ന ജീവികൾ. ഇനി അടുത്ത ചോദ്യം എന്താണ്? വൈ ഡു വി റൈസ് അനിമൽസ്? റൈസ് എന്ന് പറഞ്ഞാൽ വളർത്തുന്നത്. എന്തിനൊക്കെ വേണ്ടിയാണ് നമ്മൾ മൃഗങ്ങളെയൊക്കെ വളർത്തുന്നത്? ഫോർ ഫുഡ്, ഫോർ സെക്യൂരിറ്റി, ഫുഡിന് വേണ്ടി അല്ലേ? ആഹാരത്തിന് വേണ്ടി. പിന്നെ ഫോർ സെക്യൂരിറ്റി, ഒരു സുരക്ഷയ്ക്ക് വേണ്ടി, അതായത് ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട്. പിന്നെ രണ്ടെണ്ണം നമ്മൾ എഴുതി ചേർക്കണം. ഏതൊക്കെ എഴുതാം? ഫോർ ജേർണി, ഫോർ ഹോബി, അതായത് ജേർണി, യാത്രയ്ക്ക് വേണ്ടി. യാത്രയ്ക്ക് വേണ്ടി നമ്മൾ ഏതൊക്കെ അനിമൽസിനെയാണ് വളർത്തുന്നത്? ക്യാമൽ, ഹോഴ്സ്. പിന്നെയോ ഒരു ഹോബി, ഒരു എൻ്റർടൈൻമെൻറ്റ്, അതിന് വേണ്ടിയിട്ടോ പാരറ്റ്, ക്യാറ്റ്, ഫിഷ്, ഇതിനെയൊക്കെ വളർത്താം അല്ലേ? അപ്പോൾ ഫോർ ജേർണി ആൻഡ് ഫോർ എൻ്റർടൈൻമെൻറ്റ് എന്ന് നമുക്ക് ഈ രണ്ടെണ്ണത്തിൽ പൂരിപ്പിക്കാം. പിന്നെ എന്താണ് അടുത്തത്? എന്താണ്? How do the given domestic animals benefit us? Complete the table by adding the benefits of domestic animals. അതായത് നമ്മൾ മനുഷ്യർക്ക് ഈ വളർത്തു ജീവികളെ കൊണ്ടുള്ള പ്രയോജനങ്ങൾ അതൊക്കെ എന്തൊക്കെയാണെന്ന് പറഞ്ഞ് ഈ പട്ടിക, ഈ ടേബിള് പൂർത്തിയാക്കുക. അപ്പോൾ എന്തൊക്കെ? ആദ്യ അനിമൽസ് രണ്ട് അനിമൽസിൻ്റെ പേര് കൊടുത്തിട്ടുണ്ട്. അതായത് ഗോട്ട്, ഹെൻ. പിന്നെ ബെനഫിറ്റ്സ് എന്ന് പറഞ്ഞാൽ പ്രയോജനങ്ങൾ. അപ്പോൾ ഇവയെ കൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഒരു 4 പേര് നമ്മൾ എഴുതി ചേർക്കണം. നമുക്ക് എന്തൊക്കെ എഴുതി ചേർക്കാം? ഡക്ക്, ഹോഴ്സ്, ഡോഗ്, ഡോങ്കി. ഇതിനെല്ലാം നമുക്ക് എഴുതി ചേർക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതി ചേർക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ ബെനിഫിറ്റ്സ് എന്താണ്? ഗോട്ടിനെ കൊണ്ട് നമുക്ക് എന്താണ് പ്രയോജനം? വി ഗെറ്റ് മിൽക്ക് ആൻഡ് മീറ്റ്. നമുക്ക് മിൽക്കും മീറ്റും കിട്ടുന്നു അല്ലേ? ആടിൻ്റെ അടുത്ത് നിന്ന് നമുക്ക് കിട്ടുന്നു. എന്ത് കിട്ടുന്നു? പാലും ഇറച്ചിയും കിട്ടുന്നു. പിന്നെ ഹെന്നിൻ്റെ അടുത്ത് നിന്ന് എന്താ കിട്ടുന്നേ? വി ഗെറ്റ് എഗ് ആൻഡ് മീറ്റ്, അതായത് എഗ്ഗ്, മുട്ട കിട്ടും. ആൻഡോ മീറ്റ്, ഇറച്ചി കിട്ടും. പിന്നെ ഡക്കിൽ നിന്ന് എന്തൊക്കെ കിട്ടും? ഡക്കിൽ നിന്നും ഇതേപോലെ തന്നെ എഗ് ആൻഡ് മീറ്റ്. വി ഗെറ്റ് എഗ് ആൻഡ് മീറ്റ്. പിന്നെ ഹോഴ്സ് എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? യൂസ്ഡ് ഫോർ റൈഡിങ് അല്ലേ? റൈഡ് ചെയ്യാൻ അല്ലെങ്കിൽ ജേർണി ചെയ്യാൻ, നമുക്ക് സവാരിക്ക് അല്ലെങ്കിൽ നമുക്ക് യാത്ര ചെയ്യാനൊക്കെ ഹോഴ്സിനെ ഉപയോഗിക്കാം. പിന്നെ ഡോഗ് എന്ത് ചെയ്യുന്നു? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? ഗാർഡ് അവർ ഹൗസ്, നമ്മുടെ ഹൗസിനെ ഗാർഡ് ചെയ്യുന്നു, സംരക്ഷിക്കുന്നു. പിന്നെ എന്താണ്? പിന്നെ ഡോങ്കിയോ കഴുതയെ എന്തിനാണ് വളർത്തുന്നത്? ഫോർ ഡൂയിങ് വർക്ക്. കഴുതയെ നമ്മൾ വളർത്തുന്നത് വർക്ക് ചെയ്യിപ്പിക്കാം. കഴുത ജോലികളൊക്കെ ചെയ്യും. അതായത് കഴുതയുടെ പുറത്ത് എന്തെങ്കിലുമൊക്കെ ഭാരമൊക്കെ വെച്ച് കൊടുത്താൽ അത് ആ ഭാരം ചുമന്ന് നടന്നുകൊള്ളും. അപ്പോൾ ഇത്രയും പേരുകൾ നിങ്ങൾ എഴുതി വയ്ക്കുക. അടുത്തത് എന്താണ്? ബോക്സിൽ കൊടുത്തിരിക്കുന്നത് വായിക്കാം.
We raise animals for various purposes. Milk, egg and meat of some animals are used as food. We keep some other animals for pleasure. വിവിധ ആവശ്യങ്ങൾക്കായിട്ടാണ് നമ്മൾ ജീവികളെ വളർത്തുന്നത്. ചില ജീവികളുടെ പാൽ, മുട്ട, മാംസം തുടങ്ങിയവ ആഹാരത്തിന് ഉപയോഗിക്കുന്നു. കൗതുകത്തിന് വേണ്ടി വളർത്തുന്ന ജീവികളും ഉണ്ട്. അതായത് ഒരു പ്ലഷർ, ഒരു സന്തോഷത്തിന് വേണ്ടി വളർത്തുന്ന ജീവികളും ഉണ്ട്. ഇനി അടുത്ത എന്താണ്? മെനി മെനി ക്രിയേച്ചേഴ്സ്. എത്ര ജീവികൾ. ഹൗ മെനി ക്രിയേച്ചേഴ്സ് could you identify from the pictures? Write down their name. അതായത് നിങ്ങൾ ചിത്രത്തിലുള്ള ജീവികളെയൊക്കെ നിങ്ങൾക്ക് അറിയാമോ? അവയുടെ പേരുകളൊക്കെ എഴുതി വെക്കണം. ആദ്യം കാണുന്ന എന്താണ്? പല്ലി. പല്ലിയുടെ ഇംഗ്ലീഷ് പേര് ലിസാർഡ്. പിന്നെ എന്താണ്? ഒച്ച്, സ്നെയിൽ. ഉറുമ്പ്, ആൻറ്റ്. പിന്നെ എന്താണ്? കൗക്കൽ. കൗക്കൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മലയാളം നമ്മൾ ഉപ്പൻ എന്ന് പറയും. ഉപ്പൻ എന്ന് പറയുന്ന ഒരു പക്ഷിയെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കാക്കയുടെ തലയൊക്കെ പോലെയാണ് ഏകദേശം. പിന്നെ അതിലെ ഒരു ചെമ്പൻ കളറുണ്ടാവും അതിൻ്റെ ശരീരത്തിൽ. കൗക്കൽ എന്ന് പറഞ്ഞാൽ ഉപ്പൻ. പിന്നെ എന്താണ്? പൊഴുതോരോ, സെൻറ്റിപ്പേഡ്. പിന്നെ വവ്വാൽ, ബാറ്റ്. പിന്നെ എന്താണ്? കീരി, മംഗൂസ്. പിന്നെന്താണ് കാണുന്നത്? ഒരു അട്ട അല്ലേ? മില്ലിപ്പേഡ്. ഇതൊക്കെ നിങ്ങൾ എഴുതി വയ്ക്കുക. അടുത്ത എന്താണ്? They live in our homes and surroundings. Are there any domestic animals among these? Find out more creatures in and around your home and write down their names in your environmental science diary. How many creatures did you find? How many did your friends find? എന്ന് വെച്ചാൽ എന്താണ്? വീട്ടിലും നമ്മുടെ വീട്ടിലും ഈ പരിസരത്തുമൊക്കെ ആയിട്ട് ജീവിക്കുന്ന അനിമൽസിനെയാണ് നമ്മളിപ്പോൾ കണ്ടത് അല്ലേ? അപ്പോൾ ഇതിൽ വളർത്തു ജീവികളുണ്ടോ? ഉണ്ടോ? പിന്നെ നമ്മുടെ വീട്ടിലും നമ്മുടെ പരിസരത്തുമുള്ള ജീവികളെയൊക്കെ കണ്ടെത്തി നിങ്ങളതിൻ്റെ പേരൊക്കെ എഴുതി വെക്കണം. സയൻസ് ഡയറിയിൽ, സയൻസ് പുസ്തകത്തിൽ നിങ്ങൾ പേരൊക്കെ എഴുതി വെക്കണം. പിന്നെ എത്ര ജീവികളെ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞു എന്ന് എഴുതണം. നിങ്ങളുടെ കൂട്ടുകാർ, നിങ്ങളുടെ ഫ്രണ്ട്സ് എത്ര ജീവികളെ കണ്ടെത്തി, ഇതൊക്കെ നിങ്ങൾ നോക്കി എഴുതി വയ്ക്കുക. അപ്പോൾ നമുക്ക് ഏതൊക്കെ ജീവികളായിരിക്കും നമ്മുടെ പരിസരത്തുള്ളത്? വീട്ടിലൊക്കെ കാണുന്നത് സ്പൈഡർ അല്ലേ? സ്പൈഡറിനെ കാണാം. പിന്നെ ടെർമിറ്റ്. എന്താണ് ടെർമിറ്റ് എന്ന് പറഞ്ഞാൽ? ചിതൽ. പിന്നെ എന്താണ്? ചാംലിയോൺ എന്ന് പറഞ്ഞാൽ ഓന്ത്. ഫ്രോഗ്, തവളയെ കാണാം. കോക്രോച്ച്. കോക്രോച്ച് എന്ന് പറഞ്ഞാൽ പാറ്റ. പിന്നെ എന്താണ്? ക്രോ, കാക്ക. ബട്ടർഫ്ലൈ, എർത്തുവോ, പുഴു. പിന്നെ ഹണിബി, തേനീച്ച. പിന്നെ മൗസ്, എലി. പിന്നെ സ്കോറൽ, അണ്ണൻ. ഇതൊക്കെ നിങ്ങൾക്ക് എഴുതി വയ്ക്കാം. അടുത്തെന്താണ്? ടൈനി വൺസ് ആൻഡ് ജയൻസ്. ജയൻസ് എന്ന് വെച്ചാൽ എന്താണ്? ടൈനി എന്ന് പറഞ്ഞാൽ ചെറുത്, പിന്നെയോ വമ്പന്മാർ. ജയൻസ് എന്ന് പറഞ്ഞാൽ വലുത്. അപ്പം ഇത്തിരി കുഞ്ഞന്മാരും വമ്പന്മാരും. മിത്ര ആൻഡ് ഫ്രണ്ട്സ് ആർ പ്ലേയിങ് എ ഗെയിം. They say the names of creatures. Who will find the most number of creatures? It became a contest. Grasshopper, firefly, chameleon, beetle, cow. They did not forget to draw the pictures of the creatures. അതായത് ഈ മിത്രയും കൂട്ടുകാരെല്ലാം കൂടി ഇങ്ങനെ ജീവികളുടെ പേരൊക്കെ പറഞ്ഞ് കളിക്കുകയാണ്. അവരെന്ത് പറഞ്ഞ് കളിക്കുന്നേ? ആരാണ് ഏറ്റവും കൂടുതൽ ജീവികളെ കണ്ടെത്തുക എന്നൊക്കെ പറഞ്ഞ് അവർ തമ്മിൽ മത്സരിച്ച് കളിക്കുകയാണ്. ജീവികളുടെ പേരിങ്ങനെ ഓരോരുത്തർ പറയുകയാണ്. ഒരാൾ പറയുന്നു പുൽച്ചാടി, മിന്നാമിനുങ്ങ്, ഓന്ത്, വണ്ട്, പശു. അപ്പോൾ ഈ പറഞ്ഞ ജീവികളുടെ ചിത്രങ്ങളൊക്കെ അവരിങ്ങനെ വരച്ചു വയ്ക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളും അതേപോലെ കളിക്കണം. ജീവികളുടെ പേരുകളൊക്കെ പറഞ്ഞ് കളിക്കുക. എന്നിട്ട് അതിൻ്റെ ചിത്രങ്ങളും നിങ്ങൾ വരച്ച് വെക്കണം. Did you see the pictures of the creatures that Mitra drew? Shall we play the same game? Present the sound or movement of a few creatures without naming them. Let your friends identify the creature. Create a table with the names of the creatures that you found. Draw and color them.
അപ്പം നിങ്ങളും ഇത്ര വരച്ച ജീവികളുടെ ചിത്രങ്ങൾ കണ്ടില്ലേ? അപ്പോൾ ഇതുപോലെ നിങ്ങളും കളിച്ചിട്ട് നിങ്ങൾ ഇതുപോലൊരു കളി, അതായത് നിങ്ങൾ പേരൊന്നും പറയരുത്, ജീവികളുടെ ശബ്ദമോ ചലനമോ അവതരിപ്പിക്കണം. അതായത് അവയുടെ സൗണ്ട് അല്ലെങ്കിൽ അവയുടെ മൂവ്മെൻ്റ് ഒക്കെ അവതരിപ്പിക്കണം. എന്നിട്ട് നിങ്ങൾ കൂട്ടുകാരെ കൊണ്ട് അത് ഏത് ജീവിയാണെന്ന് പറയിപ്പിക്കണം. എന്നിട്ട് നിങ്ങൾ ഇതേപോലെ തന്നെ ഈ കണ്ടെത്തിയ ജീവികളുടെ ചിത്രങ്ങളൊക്കെ വരച്ചിട്ട് അതിന് നല്ല നിറമൊക്കെ കൊടുക്കണം. അപ്പം ഏതൊക്കെ ജീവികളായിരിക്കാം? ഈ സ്മോളായിട്ടുള്ള ജീവികൾ ഏതൊക്കെയാണ്? ജയൻറ്റ്. പിന്നെ വലിയ ജീവികൾ ഏതൊക്കെയാണ് എന്നൊക്കെയാണ് നിങ്ങൾ കണ്ട് പിടിക്കേണ്ടത്. അടുത്തെന്താണ്? Which is the smallest animal in your list? The largest? Arrange and write the names of animals in your table based on their size. Have you noticed the tiny creatures in your surroundings? Haven't you seen many tiny creatures in your school surroundings? Which are they? Are they all of the same size? Let us observe them together. Please use the hand lens for your observation. നിങ്ങൾ ഇന്ന് എന്താ ചെയ്യേണ്ടത്? നിങ്ങളുടെ പട്ടികയിൽ നിങ്ങളിപ്പോൾ കുറേ ജീവികളെ കണ്ടുപിടിച്ചില്ലേ? ചെറുതും വലുതുമായ, ടൈനി ആയിട്ടുള്ളതും ജയൻ്റ് ആയിട്ടുള്ളതുമായ ജീവികളെ കണ്ടുപിടിച്ചു അല്ലേ? അപ്പോൾ ഈ ചെറുതും വലുതുമായ ജീവികളെ നിങ്ങൾ ഈ വലിപ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ ക്രമീകരിച്ച് എഴുതണം. അതായത് സൈസിൻ്റെ അടിസ്ഥാനത്തിൽ ക്രമീകരിച്ച് എഴുതണം. പിന്നെയോ ഈ ചുറ്റുമുള്ള ചെറിയ ജീവികളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മുടെ ചുറ്റുമുള്ള കുഞ്ഞു ജീവികളെ. അപ്പം അങ്ങനെ നമുക്ക് കാണാൻ കഴിയാത്തൊക്കെയാണ് നമ്മൾ ഒരു ഹാൻഡ് ലെൻസ് കൂടി ഉപയോഗിച്ച് അതിനെയൊക്കെ കണ്ടെത്തണം. എന്നിട്ട് അവയെല്ലാം നമ്മൾ നിരീക്ഷിക്കണം. അപ്പോൾ ഇത് എവിടെയാണ് നമ്മൾ നിരീക്ഷിക്കേണ്ടത്? വേർ ഷോൾ ബി ഒബ്സേർവ്. അപ്പോൾ എവിടെയൊക്കെ നമുക്ക് നിരീക്ഷിക്കാം? ഇൻ ദി സോയിൽ, മണ്ണിൽ. ഇൻ പ്ലാന്റ്സ്, ചെടിയിൽ. പിന്നെ നമുക്ക് എവിടെയൊക്കെ നിരീക്ഷിക്കാം? ഇൻ ട്രീസ്, മരങ്ങളിൽ നിരീക്ഷിക്കാം അല്ലേ? പിന്നെയോ ഇൻ വോൾ, അതായത് ഈ മതിലുകളൊക്കെ ഉണ്ടല്ലോ, പഴയ ഒന്നില്ലെങ്കിൽ പൊട്ടിപ്പൊളിഞ്ഞ മതിലുകൾ അല്ലെങ്കിൽ പഴയ ഈ വെട്ടുകല്ല് കൊണ്ടൊക്കെ ഉണ്ടാക്കിയ മതിലുകൾ, അവിടെയൊക്കെ പോയി നിങ്ങൾക്ക് നിരീക്ഷിക്കാം. പിന്നെയോ എർത്തേൻ ഹോൾസ്, അതായത് എർത്തേൻ ഹോൾസ് എന്ന് പറഞ്ഞാൽ മൺകുഴികൾ, മണ്ണ് കൊണ്ടുള്ള ചെറിയ ചെറിയ പുറ്റുകളും പിന്നെ ഈ നമ്മൾ കുഴിയാനകൾ ഇങ്ങനെ കുത്തുന്ന ചെറിയ ചെറിയ കുഴികൾ, അവിടെയൊക്കെ പോയി നിങ്ങൾക്ക് ഒബ്സർവ് ചെയ്യാം. അപ്പോൾ എവിടെയൊക്കെ ഒബ്സർവ് ചെയ്യാം? ഇൻ ദി സോയിൽ, ഇൻ പ്ലാന്റ്സ്, ഇൻ ട്രീസ്, വോൾസ്, എർത്തേൻ ഹോൾസ്, ഇവയിലൊക്കെ പോയി നിങ്ങൾ ഒബ്സർവ് ചെയ്യുക, നിരീക്ഷിക്കുക. എന്നിട്ടോ write down the names of the tiny creatures that you found in your environmental science diary. എന്നിട്ട് നിങ്ങൾ കണ്ടെത്തിയ ഈ ടൈനി ക്രിയേച്ചേഴ്സ്, ചെറിയ ജീവികളുടെ പേരുകളൊക്കെ നിങ്ങളുടെ സയൻസ് ഡയറിയിൽ നിങ്ങൾ എഴുതി വെക്കണം. ഏതൊക്കെ ടൈനി അനിമൽസ് ഉണ്ടാവാം? സ്മോളായിട്ടുള്ളത് ആൻഡ്, ബീറ്റിൽ, മില്ലിപേറ്റ്, ഹണിബി, ടെർമിറ്റ്, റാബിറ്റ്, ക്രോ, ഗ്രാസ് ഹോപ്പർ, ഇതൊക്കെ എഴുതി വയ്ക്കാം. പിന്നെ ലാർജ് അനിമൽസിലോ എലഫൻറ്റ്, കൗ, ക്യാമൽ, ജിറാഫ്, ബൈസൺ, ബിയർ, ഡിയർ, ടൈഗർ, പീക്ക്, ഇതെല്ലാം എഴുതി വയ്ക്കാം. ഇനി അടുത്ത് എന്താണ് കൊടുത്തിരിക്കുന്നത്? ഫിംഗർ ഡ്രോയിങ്സ്, അതായത് വിരൽ ചിത്രങ്ങൾ. ലുക്ക് അറ്റ് ദി പിക്ചേഴ്സ്. ദേ ആർ ഡ്രോൺ ബൈ ഡിപ്പിംഗ് ഫിംഗേഴ്സ് ഇൻ ഇങ്ക് ആൻഡ് ഇംപ്രിൻറ്റിംഗ് ദി സെയിം ഓൺ പേപ്പർ. ഡ്രോ മോർ പിക്ചേഴ്സ് ലൈക്ക് ദിസ്. നിങ്ങൾ നിങ്ങളുടെ വിരലൊക്കെ മഷിയിൽ മുക്കി വെച്ചിട്ട് ഇതേപോലെ ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ കടലാസിൽ പതിപ്പിച്ചിട്ട് ഇങ്ങനെ ചിത്രങ്ങൾ വരച്ച് നോക്കണം. അപ്പോൾ ഇതുപോലെ കൂടുതൽ ജീവികളുടെ ചിത്രങ്ങൾ നിങ്ങൾ വരച്ച് നോക്കണം. അടുത്തെന്താണ്? വെറൈറ്റി ഇൻ ഫീച്ചേഴ്സ്. വെറൈറ്റി ഇൻ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സവിശേഷതകൾ അല്ലേ? സവിശേഷതകൾ, ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ പ്രത്യേകതകൾ, വെറൈറ്റി എന്ന് പറഞ്ഞാൽ വ്യത്യാസം. അപ്പോൾ ഈ പ്രത്യേകതകളിലെ വ്യത്യാസം, അതായത് സവിശേഷതകളിലെ വ്യത്യാസം. ഐഡൻറ്റിഫൈ ദി അനിമൽസ് ബൈ ഒബ്സർവിങ് ദി ബോഡി പാർട്സ് ഇൻ ദി പിക്ചർ. ഈ താഴെ നൽകിയിരിക്കുന്ന ശരീരഭാഗങ്ങൾ ഏതെല്ലാം ജീവികളുടേതെന്ന് നിങ്ങൾ കണ്ടെത്തി എഴുതണം. ഏതൊക്കെ ജീവികളുടെ ശരീരഭാഗങ്ങളായിട്ടാണ് നിങ്ങൾക്ക് തോന്നുന്നത്?
ആദ്യത്തേത് എന്താണ്? എലഫൻറ്റ് അല്ലേ, ആനയുടെ കാലാണ്. പിന്നെയോ രണ്ടാമത്തത് പീക്കോക്ക്, പീക്കോക്കിൻ്റെ വാലാണത് അല്ലേ. പിന്നെ എന്താണ്? സീബ്ര. പിന്നെ എന്താണ്? അതെന്താണ്? ഡക്ക്, അതായത് അത് വെള്ളത്തിൽ നീന്തുന്ന താറാവ്. അപ്പം ഡക്ക്. ഹൗ ഡു ദീസ് ആനിമൽസ് ഡിഫർ? അതായത് നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് എന്തെല്ലാം വിധത്തിലാണ് ഇത് വ്യത്യാസപ്പെട്ടിരിക്കുന്നത്. അതായത് ഈ മൃഗങ്ങളുടെ ഓരോ ഭാഗങ്ങളുടെ പിക്ചർ നമ്മളിപ്പോൾ കണ്ടല്ലോ, അത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? അവയുടെ എന്തൊക്കെ ഫീച്ചേഴ്സിലാണ് ഇവ വ്യത്യാസപ്പെട്ടിരിക്കുന്നത്? നിറം അല്ലേ, കളർ. പിന്നെയോ സ്പോട്ട്സ് എന്ന് വെച്ചാൽ പുള്ളികൾ അല്ലേ, നിറത്തിൽ വ്യത്യാസമുണ്ട്. പിന്നെ ശരീരത്തിലുള്ള ഓരോ സ്പോട്ട്, ഓരോ ഡോട്ടിൽ, ഓരോ പുള്ളികളിലൊക്കെ വ്യത്യാസമുണ്ട്. പിന്നെയോ ഷേപ്പ് അല്ലേ, ഒരു ആകൃതിയിൽ വ്യത്യാസമുണ്ട് അല്ലേ. പിന്നെ എന്താണ്? പിന്നെ അവയുടെ ഹോൺസ്, അതായത് കൊമ്പുകൾ, അവയിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ രണ്ടെണ്ണം, ഒരെണ്ണം നിങ്ങൾ എഴുതി ചേർത്താൽ മതി. ഒരെണ്ണം നമുക്ക് എന്ത് എഴുതി ചേർക്കാം? ഷേപ്പ് ആൻഡ് സൈസ്, ആകൃതിയിലും വലിപ്പത്തിലുമുള്ള വ്യത്യാസമെന്ന് എഴുതി ചേർക്കാം. പിന്നെ അടുത്ത എന്താണ്? ആർ ദെയർ ക്രിയേച്ചേഴ്സ് വിച്ച് ക്യാൻ ബി ഐഡൻറ്റിഫൈഡ് ബൈ ഒബ്സർവിങ് ദെയർ കളർ? Which are the creatures that you can identify by looking at their horns? How about spots? എന്താണ്? നിറം കണ്ട് തിരിച്ചറിയാൻ കഴിയുന്ന ജീവികളുണ്ടോ? ഉണ്ടോ? ഉണ്ട് അല്ലേ. കൊമ്പ് കണ്ടാൽ, ഹോൺ, കൊമ്പ് കണ്ടാൽ തിരിച്ചറിയാൻ കഴിയുന്ന ജീവികളോ? പുള്ളികൾ കണ്ടാലോ? സ്പോട്ട്, പുള്ളികൾ കണ്ടാലോ? അപ്പോൾ ഇവയെല്ലാം കണ്ട് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്ന ജീവികൾ ഉണ്ട്. ചില ജീവികളുടെ നിറങ്ങൾ, ചില ജീവികളുടെ അല്ല, എല്ലാ ജീവികളുടെ ആകൃതിയിലും വലുപ്പത്തിലൊക്കെ വ്യത്യാസങ്ങളുണ്ട്. ഈ ബോക്സിൽ കൊടുത്തിരിക്കുന്നത് വായിക്കാം. എവരി ക്രിയേച്ചേഴ്സ് ഈസ് ഡിഫറെൻറ്റ് ഇൻ ഷേപ്പ്, സൈസ്, കളർ, ഹോൺസ്, നെയിൽസ്, സ്പോട്ട്സ്, സ്ട്രിപ്സ് എക്സെട്ര. അതായത് ആകൃതിയിലും വലിപ്പത്തിലും നിറത്തിലും കൊമ്പ്, നഖം, പുള്ളികൾ, വരകൾ തുടങ്ങിയ സവിശേഷതകളിലും ഓരോ ജീവിയും വ്യത്യസ്തത പുലർത്തുന്നു. അപ്പോൾ എന്തിലേക്കാണ് വ്യത്യസ്തത പുലർത്തുന്നത്? ഷേപ്പ്, സൈസ്, കളർ, ഹോൺസ്, നെയിൽസ്, സ്പോട്ട്സ്, സ്ട്രിപ്സ്, ഇതിലൊക്കെ ഓരോ ജീവികളും വ്യത്യസ്തത പുലർത്തുന്നു. ഇനി നമുക്ക് അടുത്ത എന്താണെന്ന് നോക്കാം. സീ ക്രിയേച്ചേഴ്സ്. എന്താണ് സീ ക്രിയേച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ? കടലിലെ ജീവികൾ. We know that there are many kinds of fishes in the sea. Sea is the inhabitat not only to fishes but also to many other creatures. There are more creatures in the sea than on land. Which sea animals do you know? Discuss with your friends and write them. See the pictures of some of the sea creatures. എന്താണ് പറഞ്ഞിരിക്കുന്നത്? പലതരം മീനുകളൊക്കെ കടലിലുണ്ട് അല്ലേ, അത് നിങ്ങൾക്കൊക്കെ അറിയാം. മീനുകളുടെ മാത്രമല്ല, മറ്റ് അനേകം ജീവികളുടെയും ഹാബിറ്റാറ്റ്, വാസസ്ഥലമാണ് ഈ കടൽ എന്ന് പറയുന്നത്. ഈ കടലിൽ കരയിലുള്ളതിനേക്കാളും കൂടുതൽ ജീവികളുണ്ട്. അപ്പോൾ നിങ്ങൾക്കറിയാവുന്ന കടൽ ജീവികളുടെ പേരൊക്കെ എഴുതി വെക്കണം. പിന്നെ എന്താ, ഈ താഴെ കൊടുത്തിരിക്കുന്ന ജീവികളുടെ ചിത്രങ്ങൾ നോക്കുക. എന്തൊക്കെയാണ്? സീ ഹോഴ്സ്, സീ ഹെഡ്ജൻഹോഗ്, സീ കുക്കുംബർ, സീ കൗ എന്ന് വെച്ചാൽ എന്താ? സീ ഹോഴ്സ് എന്ന് പറഞ്ഞാൽ കടൽ കുതിര, സീ ഹെഡ്ജ് എന്ന് പറഞ്ഞാൽ കടൽ മുള്ളൻ പന്നി, സീ കുക്കുംബർ കടൽ വെള്ളരി, സീ കൗ കടൽ പശു. വൈ ഡിഡ് ദീസ് ക്രിയേച്ചേഴ്സ് ഗെറ്റ് സച്ച് നെയിംസ്? അതായത് ഈ ജീവികൾക്ക്, ഈ കടൽ ജീവികൾക്ക് ഇതേപോലുള്ള പേര് ലഭിക്കാൻ എന്തായിരിക്കും കാരണം? കണ്ടു കഴിഞ്ഞാൽ കടൽ കുതിരയെ കണ്ടാൽ ഒരു കുഞ്ഞു കുതിരയുടെ ആകൃതി ഉണ്ടല്ലേ. ഈ മുള്ളംപന്നി കടലിലെ മുള്ളംപന്നിയെ കണ്ടാൽ നമ്മുടെ കരയിലെ ആകൃതി ഉണ്ടല്ലേ, കരയിലെ മുള്ളംപന്നിയുടെ. വെള്ളരി, കടൽ വെള്ളരി, അതായത് നമ്മൾ കഴിക്കുന്ന വെള്ളരിക്കയുടെ ഒക്കെ ഒരു ആകൃതി ഉണ്ട്. പിന്നെ കടൽ പശു, നമ്മുടെ പശുവിൻ്റെ ഒരു ചെറിയ ആകൃതി ഉണ്ട്. അതുകൊണ്ടൊക്കെയാണ് ഈ പേരുകളൊക്കെ ലഭിച്ചിരിക്കുന്നത്. അടുത്തത് ബ്ലൂ വെയിൽ, ദി ലാർജസ്റ്റ് ക്രിയേച്ചർ ഓൺ എർത്ത് lives in the sea. They are not from the family of fish. Blue whales give birth to their offsprings. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഭൂമിയിലെ ഏറ്റവും വലിയ ജീവിയായ നീലത്തിമിംഗലം കടലിലാണ് ജീവിക്കുന്നത്. ഇത് മീൻവർഗത്തിൽപ്പെട്ട ജീവിയല്ല, കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്ന ജീവിയാണ് നീല
തിമിംഗലം. ബ്ലൂ വെയിൽ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഭൂമിയിലെ ഏറ്റവും വലിയ ജീവിയാണ് ഇത്. കടലിലാണ് ജീവിക്കുന്നത്. ഇത് മീൻവർഗത്തിൽപ്പെട്ട ജീവിയല്ല, കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്ന ജീവി കൂടി ആണ്. നെക്സ്റ്റ്, മെനി വേസ് ഓഫ് മൂവ്മെൻറ്റ്. അത് മെനി വേസ് ഓഫ് മൂവ്മെൻറ്റ് എന്ന് വെച്ചാൽ എന്താണ്? പല വിധത്തിലുള്ള സഞ്ചാരം. അത് പല വിധം അങ്ങനെ സഞ്ചാരം. ദി ഫിംഗേഴ്സ് ഓഫ് വിച്ച് ക്രിയേച്ചേഴ്സ് ആർ ഫൗണ്ട് ഇൻ ദി പിക്ചർ. മേക്ക് ദം ബൈ ഫോൾഡിംഗ് പേപ്പേഴ്സ്. Use these fingers to show how they move. Do all creatures move in the same way? Categorize creatures based on their movement. അതായത് ഈ കടലാസിൽ നിർമ്മിച്ചിരിക്കുന്ന ചില ചിത്രങ്ങളാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ? ചില ജീവികളുടെ ചിത്രങ്ങൾ. അപ്പോൾ ഇത് ഇതുപോലെ നിങ്ങൾ കടലാസൊക്കെ മടക്കി ഇതുപോലെ ഉണ്ടാക്കണം. എന്തൊക്കെ ജീവിയാണ് കൊടുത്തിരിക്കുന്നത് ഈ കടലാസം കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നത്? കൊക്ക്, തവള, പാമ്പ്, മീൻ. അപ്പോൾ ഇതേപോലെ ക്ലാസ്സിൽ നിങ്ങൾക്ക് ടീച്ചറെല്ലാം പഠിപ്പിച്ച് തരും. എന്നിട്ട് ഈ പിക്ചർ വെച്ച് നിങ്ങൾ അവ ചലിപ്പിക്കണം. അവ മൂവ്മെൻറ്റ് ചെയ്യിപ്പിച്ചിട്ട് നിങ്ങൾ അവയുടെ സഞ്ചാരമൊക്കെ അവതരിപ്പിക്കണം. അവ എങ്ങനെയാണ് സഞ്ചരിക്കുന്നത് എന്ന് നിങ്ങൾ അവതരിപ്പിക്കണം. അവയുടെ മൂവ്മെൻറ്റ് ഒക്കെ അവതരിപ്പിക്കണം. പിന്നെ എന്ത് ചെയ്യണം? ഇവ സഞ്ചരിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ, അതായത് ഇവയുടെ മൂവ്മെൻറ്റ്, ഇവയുടെ ചലനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ഈ ജീവികളെ പട്ടികപ്പെടുത്തണം, കാറ്റഗറൈസ് ചെയ്യണം. അപ്പോൾ എന്തൊക്കെയാണ് കാറ്റഗറൈസ് ചെയ്യേണ്ടത്? ആദ്യം കൊടുത്തിരിക്കുന്നത് വോക്കിംഗ് ക്രിയേച്ചേഴ്സ്, നടക്കുന്നവ. പിന്നെ നമുക്ക് എന്ത് എഴുതാം? അടുത്തതായിട്ട് ക്രൗളിംഗ് എഴുതാം അല്ലേ? ക്രൗളിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ഇഴയുന്നവ. പിന്നെ നമുക്ക് ഫ്ലൈയിങ് ക്രിയേച്ചേഴ്സ് എഴുതാം അല്ലേ? ഫ്ലൈയിങ് എന്ന് വെച്ചാൽ പറക്കുന്നവ. അടുത്ത് നമുക്ക് എന്ത് എഴുതാം? സ്വിമ്മിങ് ക്രിയേച്ചേഴ്സ് നമുക്ക് എഴുതാം, അതായത് നീന്തുന്നത് അല്ലേ? അപ്പോൾ ഏതൊക്കെയാണ് വോക്കിങ്ങിൽ നടക്കുന്നത് നമുക്ക് ഗോട്ട്, ക്യാമൽ, ഡോഗ്, ഹോഴ്സ്. നിങ്ങൾക്ക് വേറെ ഒരുപാട് മൃഗങ്ങളുടെ പേര് അറിയാമല്ലോ, അതൊക്കെ എഴുതി വെച്ചു. പിന്നെ എന്താണ്? ക്രൗളിംഗ്, ഇഴയുന്നത്. ഏതൊക്കെയാണ്? സ്നേക്ക്, സ്നെയിൽ, വോൾ, ടോർട്ടോയിസ്. സ്നേക്ക് എന്ന് പറഞ്ഞാൽ പാമ്പ്, സ്നെയിൽ എന്താണ്? ഒച്ച്. പിന്നെ പുഴു, ടോർട്ടോയിസ് ആമ. ഇനി ഫ്ലൈയിങ് ക്രിയേച്ചേഴ്സ്, അതായത് പറക്കുന്നവർ. പാരറ്റ്, ബട്ടർഫ്ലൈ, ക്രോ, ഡ്രാഗൺ ഫ്ലൈ, ഈഗിൾ, അങ്ങനെ കുറേ എഴുതാം അല്ലേ? ബട്ടർഫ്ലൈ എന്ന് പറഞ്ഞാൽ ചിത്രശലഭം, ക്രോ കാക്ക, ഡ്രാഗൺ ഫ്ലൈ എന്ന് പറഞ്ഞാൽ തുമ്പി, ഈഗിൾ പരുന്ത്, അങ്ങനെ കുറേ പറക്കുന്ന ഫ്ലൈയിങ് ക്രിയേച്ചേഴ്സിൻ്റെ പേരുകൾ എഴുതി വയ്ക്കുക. അടുത്ത് സ്വിമ്മിങ്, നീന്തുന്നത് ഫിഷ്, വെയിൽ, ഒക്ടോപസ്, ഡോൾഫിൻ, ഷാർക്ക്. മീൻ എഴുതാം വെയിൽ, തിമിംഗലം എഴുതാം ഒക്ടോപസ്, നീരാളി എഴുതാം ഡോൾഫിൻ. പിന്നെയോ ഷാർക്ക്, സ്രാവ് അല്ലേ? അതൊക്കെ എഴുതി വയ്ക്കുക. അടുത്ത എന്താണ്? ഈസ് ദെയർ എനി ക്രിയേച്ചർ ദാറ്റ് മൂവ്സ് ഇൻ എ ഡിഫറെൻറ്റ് വേ? ഒബ്സർവ് ദി മൂവ്മെൻറ്റ് ഓഫ് ക്രിയേച്ചേഴ്സ് ലൈക്ക് ഫ്രോഗ്സ്, ഗ്രാസ്ഹോപ്പേഴ്സ്, എക്സെട്ര. ഈസ് ദെയർ എനി കണക്ഷൻ ബിറ്റ്വീൻ ദി ബോഡി ഫീച്ചേഴ്സ് ആൻഡ് ദി മൂവ്മെൻറ്റ്സ് ഓഫ് ദി ക്രിയേച്ചേഴ്സ്? അതായത് ഇവ കൂടാതെ മറ്റേതെങ്കിലും രീതിയിൽ സഞ്ചരിക്കുന്ന ജീവികളുണ്ടോയെന്ന്. പിന്നെ എന്താണ്? തവള, പുൽച്ചാടി. അവ എങ്ങനെയാണ്? അവ ഇങ്ങനെ ചാടിയാണ് അല്ലേ? ഇപ്പോൾ നമ്മൾ പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് തവളയും പുൽച്ചാടിയുമൊക്കെ, ഫ്രോഗും ഗ്രാസ് ഹോപ്പറുമൊക്കെ ചാടി ഹോപ്പ് എന്ന് പറയും. അങ്ങനെയാണ് അവ സഞ്ചരിക്കുന്നത് അല്ലേ? അപ്പം ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഈ ജീവികളുടെ ശരീരവും അതായത് ജീവികളുടെ ശരീരത്തിൻ്റെ പ്രത്യേകതകളും അവയുടെ സഞ്ചാര രീതിയും തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ എന്നാണ്. എന്തെങ്കിലും ബന്ധം ഉണ്ടോ എന്നാണ്. നമുക്കൊന്ന് നോക്കാം. ഒരു ഹോഴ്സിൻ്റെ ചിത്രം കൊടുത്തിട്ടുണ്ട് അല്ലേ? അതിൻ്റെ ബോഡി ഫീച്ചർ എന്താണ്? അതിൻ്റെ ബോഡി ഫീച്ചർ 4 legs that bend backwards എന്ന് വെച്ചാൽ പിന്നിലേക്ക് മടക്കാവുന്ന 4 കാലുകൾ ഈ കുതിരയ്ക്കുണ്ട്. അതിൻ്റെ മൂവ്മെൻ്റ് എന്താണ്? അവയുടെ ചലനം എങ്ങനെ? സഞ്ചാര രീതി എങ്ങനെയാണ്? വോക്ക് ആൻഡ് റൺ അല്ലേ? നടക്കുന്നു പിന്നെ ഓടുന്നു. അടുത്ത എന്താ കൊടുത്തിരിക്കുന്നത്? സ്നേക്ക്. സ്നേക്കിൻ്റെ ഫീച്ചേഴ്സ് എന്താ? ബോഡി ഫീച്ചേഴ്സ് എന്താ? ശരീരത്തിൻ്റെ പ്രത്യേകതകൾ. ഹാസ് നോ ലെഗ്സ്. അവയ്ക്ക് ലെഗ്സ് ഇല്ല, കാലുകളില്ല. പിന്നെയോ അവ എന്താ ചെയ്യുന്നത്? ദി എൻറ്റയർ ബോഡി ഈസ് യൂട്ടിലൈസ്ഡ് ഫോർ മൂവ്മെൻറ്റ്. അതായത് അവയുടെ എൻറ്റയർ ബോഡി, ശരീരം മൊത്തവും യൂട്ടിലൈസ്ഡ് ഉപയോഗിച്ചിട്ടാണ് ഫോർ മൂവ്മെൻറ്റ് സഞ്ചരിക്കുന്നത്. ദി എൻറ്റയർ ബോഡി ഈസ് യൂട്ടിലൈസ്ഡ് ഫോർ മൂവ്മെൻറ്റ്. പിന്നെ അവ എന്ത് ചെയ്യും? ക്രോൾസ്, ഇഴയും. പിന്നെയോ സിംസ്, നീന്തും. അപ്പോൾ അവയുടെ മൂവ്മെൻറ്റ് എങ്ങനെയാണ്? ക്രോൾസ് ആൻഡ് സിംസ്.
അടുത്ത എന്താണ് കൊടുത്തിരിക്കുന്നത്? പീജിയൻ എന്ന് വെച്ചാൽ പ്രാവ്. പ്രാവിൻ്റെ പ്രത്യേകത എന്താ? ഫീച്ചേഴ്സ് എന്താ? ഹാസ് വിങ്സ് ആൻഡ് ലെഗ്സ്. അതായത് വിങ്സ് ഉണ്ട്, പിന്നെയോ ലെഗ്സ്, കാലുകളും ഉണ്ട് അല്ലെ, ചിറകുകളും കാലുകളും ഉണ്ട്. അവയുടെ മൂവ്മെന്റ് എങ്ങനെയാണ്? വോക്സ്, നടക്കും, പിന്നെയോ ഫ്ലൈസ് എന്ന് വെച്ചാൽ പറക്കും. അടുത്ത എന്താ കൊടുത്തിരിക്കുന്നത്? ഫിഷ്. ഫിഷിന്റെ പ്രത്യേകത എന്താ? ദി ഫിൻസ് ഓൺ ദി സൈഡ്സ് ആൻഡ് ദി ടെയിൽ ഹെൽപ്സ് ഇൻ മൂവ്മെന്റ്. അതായത് ഫിൻസ്, അതിൻ്റെ ആ ചിറകുകളും ഓൺ ദി സൈഡ് ആൻഡ് ദി ടെയിൽ ഹെൽപ്സ് ഇൻ ദി മൂവ്മെന്റ്. അതിൻ്റെ ടെയിൽ, വാലൊക്കെ അതിനെ ഈ സഞ്ചരിക്കുവാനായിട്ട് സഹായിക്കുന്നു. അവയുടെ മൂവ്മെന്റ് എന്ന് പറയുന്നത് സ്വിം മാത്രമാണ്, അതായത് നീന്തുക എന്നുള്ളത് മാത്രമാണ് ഫിഷ് ചെയ്യുന്നത്. അടുത്ത എന്താണ്? ഒബ്സർവ് ദി മൂവ്മെന്റ് ഓഫ് എ ഡക്ക്. നിങ്ങൾ ഒരു ഡക്കിനെ, ഒരു താറാവിനെ നിരീക്ഷിക്കണം. അതിൻ്റെ മൂവ്മെന്റ്, അതിൻ്റെ സഞ്ചാര രീതി എങ്ങനെയാണെന്ന് നിങ്ങൾ നിരീക്ഷിക്കണം. Are there creatures that move in more than one way? Find them out. Write down about the movement of more creatures. Discuss with friends and expand the above table. അതായത് ഒന്നിലധികം രീതികളിൽ സഞ്ചരിക്കുന്ന ജീവികൾ ഉണ്ടോ എന്നുള്ളതാണ്. നമ്മളിപ്പോൾ അതായത് ഒരു ജീവിക്ക് തന്നെ നീന്താൻ, നടക്കാൻ, ചാടാൻ ഒക്കെ കഴിയും. അപ്പോൾ അതേപോലെ വ്യത്യസ്തമായ പല രീതിയിൽ സഞ്ചരിക്കുന്ന ജീവികൾ നമ്മൾ പട്ടികപ്പെടുത്തണം. പിന്നെ കൂട്ടുകാരുമായിട്ട് ചർച്ച ചെയ്ത് അതിൻ്റെ സഞ്ചാര രീതി, അതിൻ്റെ മൂവ്മെൻറ്റ് കണ്ടെത്തി എഴുതണം. നമുക്കത് ഏതൊക്കെ ജീവികളെ അങ്ങനെ പറയാം? ഒന്നിൽ കൂടുതൽ മൂവ്മെൻ്റ് ഉള്ള ജീവികൾ ഏതൊക്കെയാണ്? ടോർട്ടോയ്സ് പറയാം അല്ലേ. ടോർട്ടോയ്സ് എന്ത് ചെയ്യും? വോക്ക് ആൻഡ് സ്വിം, നടക്കുവാനും കഴിയും, നീന്തുവാനും കഴിയും. വോക്ക് ആൻഡ് സ്വിം. പിന്നെ ഫ്രോഗിന് എന്ത് ചെയ്യാൻ കഴിയും? ക്രൗൾ ആൻഡ് സ്വിം. ക്രൗൾ നീന്താനായിട്ട്, ഫ്രോഗിന് എന്ത് കഴിയും? ഫ്രോഗിന് സ്വിം നീന്താൻ കഴിയും. പിന്നെ ഹോപ്പ്, ഹോപ്പ് ചാടുവാൻ കഴിയും. അപ്പോൾ ഫ്രോഗ്സിന് എന്ത് കഴിയും? രണ്ട് രീതിയിലുള്ള മൂവ്മെൻ്റ് ഉണ്ട് അല്ലേ ഫ്രോഗ്സിന്, ഹോപ്പ് ആൻഡ് സ്വിം. പിന്നെ ടോർട്ടോയ്സിന് ക്രൗൾ, വോക്ക് ആൻഡ് സ്വിം. ക്രൗൾ ഇഴയുവാനും, വോക്ക് നടക്കുവാനും, ആൻഡ് സ്വിം നീന്തുവാനും കഴിയും. പിന്നെയോ ക്രൊക്കോഡൈൽ, ചീങ്കണ്ണി, മുതല, അതിനെന്തൊക്കെ കഴിയും? ക്രൗൾ, അതിന് ക്രൗൾ ഇഴയുവാൻ കഴിയും. പിന്നെ ആൻഡ് സ്വിം, അതിന് നീന്തുവാൻ കഴിയും. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ എഴുതി വയ്ക്കുക. ഇനിയൊരു ബോക്സ് കൊടുത്തിരിക്കുന്നത് വായിക്കാം. Each creature has a movement based on the features of its body and the environment that it lives. അതായത് ഓരോ ജീവിക്കും അതിൻ്റെ ശരീരത്തിൻ്റെയും വസിക്കുന്ന ചുറ്റുപാടിൻ്റെയും പ്രത്യേകതകൾക്കനുസരിച്ചുള്ള സഞ്ചാര രീതിയാണുള്ളത്. ഓരോ ജീവി അതിൻ്റെ ശരീരത്തിൻ്റെയും അതിൻ്റെ ബോഡിയുടെയും പിന്നെ അത് വസിക്കുന്ന ഹാബിറ്റാറ്റ്, അതിൻ്റെ ചുറ്റുപാടിൻ്റെയും പ്രത്യേകതകൾക്കനുസരിച്ചുള്ള സഞ്ചാര രീതിയാണ് ഉള്ളത്. അടുത്ത എന്താണ്? ഡിവേഴ്സിറ്റി ഇൻ ഫുഡ്. ഡിവേഴ്സിറ്റി ഇൻ ഫുഡ് എന്ന് വെച്ചാൽ എന്താണ്? പല വിധത്തിലുള്ള ആഹാരവും പലവിധം. ഒരു പ്രാണി അല്ലേ, ഒരു പ്രാണിയും ഒരു ചിത്രശലഭവും സംസാരിക്കുകയാണ്. ഈ പ്രാണി എന്താ പറയുന്നത്? Ants and small insects are my food. ചിത്രശലഭം എന്താ പറയുന്നത്? I like the sweet nectar of flowers. അപ്പോൾ ഈ കുഞ്ഞു പ്രാണി പറയാണ് ഉറുമ്പുകളെയും സ്മോൾ ഇൻസെക്ട്സ്, ചെറിയ ഇൻസെക്റ്റുകളെയുമാണ് എനിക്ക് ഇഷ്ടം. അപ്പോൾ ഈ ഇൻസെക്റ്റ് എന്ന് പറഞ്ഞാൽ ചെറിയ പ്രാണികളെ ഉറുമ്പുകളെയുമാണ് എനിക്ക് ഇഷ്ടം എന്നാണ് ഈ പ്രാണി പറയുന്നത്. പ്രാണിയെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? പ്രാർത്ഥന പ്രാണി എന്നാണ് ഈ പ്രാണിയെ ഞങ്ങളൊക്കെ വിളിക്കുന്നത്. നിങ്ങളെന്താ വിളിക്കുന്നത്? പിന്നെ അടുത്ത ചിത്രശലഭം എന്താ പറയുന്നത്? എനിക്ക് പൂവിൽ നിന്ന് തേൻ കുടിക്കാനും മധുരമുള്ള തേൻ കുടിക്കുവാനാണ് എനിക്ക് ഇഷ്ടം എന്ന് ഈ ബട്ടർഫ്ലൈ പറയുകയാണ്. അപ്പോൾ ഈ പ്രാർത്ഥനാ പ്രാണിയും അതായത് തൊഴുകയ്യൻ പ്രാണിയും ഈ പൂമ്പാറ്റയും ഇത് രണ്ടുപേരും അല്ലേ ഈ ചിത്രശലഭം പറയുന്നത്. ഇപ്പോൾ നമുക്ക് മനസ്സിലായില്ലേ എന്താണെന്നുള്ളത്. ഹാവ് യു റീഡ് ദി കോൺവെർസേഷൻ ബിറ്റ്വീൻ പ്രേയിങ് mantis and butterfly? What did they say? Find out the food of a few other creatures and write them in the table given. അപ്പോൾ ഈ തൊഴുകയ്യൻ പ്രാണി അല്ലെങ്കിൽ പ്രാർത്ഥന പ്രാണിയും
ഈ ബട്ടർഫ്ലൈയും പറയുന്നത്, ചിത്രശലഭവും പറയുന്നത് നമ്മൾ വായിച്ചു അല്ലേ. ഇതുപോലെ മറ്റു ജീവികളുടെ ആഹാരം എന്തെന്ന് നമ്മൾ കണ്ടെത്തി എഴുതണം. പട്ടിക പൂർത്തിയാക്കണം. ക്രിയേച്ചർ കൊടുത്തിട്ടുണ്ട്, ഫുഡ് കൊടുത്തിട്ടില്ല. ഫുഡ് നമ്മൾ എഴുതണം. ക്രിയേച്ചർ എന്തൊക്കെയാണ്, എന്തൊക്കെ ജീവികളുടെ പേരുകളാണ് കൊടുത്തിരിക്കുന്നത്? കൗ, പശു അല്ലേ. പശു എന്തൊക്കെയാ ഫുഡാണ് കഴിക്കുന്നത്? ഗ്രാസ് തിന്നും, പിന്നെയോ ലീവ്സ്, ഇലകൾ തിന്നും. പിന്നെ ഹേ, HAY, ഹേ എന്ന് പറഞ്ഞാൽ വൈക്കോൽ. അപ്പോൾ കൗ എന്തൊക്കെ ഫുഡ് കഴിക്കുന്നു ചോദിച്ചാൽ ഗ്രാസ്, ലീവ്സ് ആൻഡ് ഹേ. അടുത്തത് ക്രോ. ക്രോ എന്ന് പറഞ്ഞാൽ എന്താണ്? കാക്ക. കാക്ക എന്തൊക്കെ തിന്നും? ഫ്രൂട്ട്സ്, ഇൻസെക്ട്സ്, പൾസസ്. അപ്പോൾ കാക്ക ഇതൊക്കെ തിന്നും അല്ലേ. ഫ്രൂട്ട്സ്, പഴങ്ങൾ, ഇൻസെക്ട്സ്, ചെറിയ പ്രാണികൾ, പിന്നെ പൾസസ്, അതുപോലെ പറഞ്ഞാൽ ധാന്യങ്ങൾ എല്ലാം കാക്ക തിന്നും. പിന്നെ എലിഫൻ്റ്. എലിഫൻ്റ് എന്ത് തിന്നും? ഗ്രാസ് തിന്നും അല്ലേ. പിന്നെയോ ലീവ്സ് ഓഫ് പ്ലാന്റ്, അതായത് പല പ്ലാന്റിൻ്റെ, ചില പ്ലാന്റിൻ്റെയൊക്കെ ഇലകൾ തിന്നും. അതായത് തെങ്ങിൻ്റെ ഓല, പനയുടെ ഓല, ഇതൊക്കെ എലിഫൻ്റ്, ആന തിന്നും. പിന്നെ ഫ്രൂട്ട്സ് കഴിക്കും അല്ലേ, പഴങ്ങൾ കഴിക്കും. പിന്നെ അടുത്തതായിട്ട് സ്കോറൽ കൊടുത്തിട്ടുണ്ട്. അണ്ണൻ. അണ്ണൻ എന്തൊക്കെ തിന്നും? നട്ട്സ്, ഫ്രൂട്ട്സ്, സീഡ്സ്, ഇതൊക്കെ തിന്നും അല്ലേ. നട്ട്സ്, സീഡ്സ്, അതായത് നട്ട്സ് എന്ന് പറഞ്ഞാൽ ഓരോ പരിപ്പുകൾ, സീഡ്സ് ഓരോ വിത്തുകൾ, ഫ്രൂട്ട്സ്, പഴങ്ങൾ. പിന്നെ ഓംസിനെ തിന്നും, ചെറിയ ചെറിയ പുഴുക്കളെയൊക്കെ തിന്നും. ചിക്കൻ എന്ന് പറഞ്ഞാൽ ആരാ? കോഴി. കോഴി എന്തൊക്കെ തിന്നും? കോഴി ഇൻസെക്റ്റ്, ചെറിയ ചെറിയ പ്രാണികൾ, ഓംസ് പുഴുക്കൾ, സീഡ്സ് വിത്തുകൾ, ഗ്രെയിൻസ്, ഇതെല്ലാം ഈ കോഴികൾ തിന്നും. പിന്നെ ഈഗിൾ. ഈഗിൾ എന്തൊക്കെ തിന്നും? ഫിഷ്, സ്നേക്ക്, റാബിറ്റ്, സ്മോൾ ബേർഡ്സ്. ഈഗിൾ എന്ന് പറഞ്ഞാൽ പരുന്താണ്. ഈ പരുന്ത് മീനിനെ തിന്നും, സ്നേക്ക് പാമ്പിനെ തിന്നും, റാബിറ്റ് മുയലിനെ തിന്നും. പിന്നെ സ്മോൾ ബേർഡ്സ് കുഞ്ഞു കുഞ്ഞ് പക്ഷികളെയും തിന്നും. കിങ് ഫിഷർ. കിങ് ഫിഷർ എന്ന് പറഞ്ഞാൽ പൊന്മാൻ. ഈ പൊന്മാൻ എന്തിനെയൊക്കെ തിന്നും? ഫിഷ്, ഫ്രോഗ്സ്, ഇൻസെക്ട്സ് ഇൻ വാട്ടർ. അതായത് ഫിഷിനെ തിന്നും, മീനെ തിന്നും, ഫ്രോഗ് തവളയെ തിന്നും, ഇൻസെക്റ്റുകൾ അല്ലേ, വാട്ടറിലുള്ള ഇൻസെക്റ്റുകൾ, വെള്ളത്തിലുള്ള ചെറിയ പ്രാണികളെയൊക്കെ തിന്നും. പിന്നെ ഫ്രോഗ്. ഫ്രോഗ് എന്തിനെ തിന്നും? ഫ്രോഗ് വോംസിനെ തിന്നും, ചെറിയ പുഴുക്കളെ. മോത്സ്. മോത്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? മോത്സ് എന്ന് പറഞ്ഞാൽ രാത്രിയിലൊക്കെ വരുന്ന ചെറിയൊരു പ്രാണിയാണ്. ഈയാമ്പാറ്റ എന്നൊക്കെയാണ് അതിൻ്റെ മലയാളം. അപ്പോൾ മോത്സ്, MOTHS, മോത്സ്. പിന്നെ ഫ്ലൈസ്. ഫ്ലൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കുഞ്ഞു കുഞ്ഞു പ്രാണികൾ, അതായത് കുഞ്ഞു കുഞ്ഞു പ്രാണികളല്ല, ഫ്ലൈസ് ഈച്ച, ഈച്ചകൾ, ഈച്ചകളെ തിന്നും. വോംസ്, പിന്നെ മോത്സ്, ഇത്രയും ഫ്രോഗ് തിന്നും. അപ്പോൾ നിങ്ങൾ ഈ ഫുഡും ക്രിയേച്ചേഴ്സും അവ കഴിക്കുന്ന ഫുഡും എഴുതി വയ്ക്കുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? Which among the creatures eat only the parts of the plant? ഇതിൽ ഏതൊക്കെ ജീവികളാണ് സസ്യഭാഗങ്ങൾ മാത്രം ആഹാരമാക്കി കഴിക്കുന്നത്? ഇതിൽ ഏതൊക്കെ ജീവികളായിരിക്കും സസ്യത്തിൻ്റെ ഭാഗങ്ങൾ മാത്രം ആഹാരമാക്കുന്നത്? ഏതൊക്കെയാണ്? എലിഫന്റ്, കൗ, പിന്നെന്താണ്? എലിഫന്റ് ആൻഡ് കൗ എഴുതാം. പിന്നെയോ വിച്ച് ക്രിയേച്ചേഴ്സ് ഈറ്റ് ഓൺലി മീറ്റ്, അതായത് മീറ്റ് മാത്രം, ഇറച്ചി, മാംസം മാത്രം കഴിക്കുന്ന ജീവികൾ ഏതൊക്കെ ഇതിനകത്ത്? ഈഗിൾ, പിന്നെ എന്താണ്? ഈഗിൾ എഴുതാം. പിന്നെയോ കിങ് ഫിഷർ എഴുതാം. അത്ര എഴുതി വയ്ക്കുക. അടുത്തത് വിച്ച് ക്രിയേച്ചേഴ്സ് ഈറ്റ് ബോത്ത് പ്ലാന്റ്സ് ആൻഡ് മീറ്റ്, അതായത് പ്ലാന്റ്സും, അതായത് സസ്യങ്ങളും, മീറ്റ് മാംസവും കഴിക്കുന്ന ജീവികൾ, സസ്യവും ഇറച്ചിയും ഒക്കെ, അതായത് സസ്യത്തിൻ്റെ ഭാഗങ്ങളും പിന്നെ മീറ്റ് മാംസവും കഴിക്കുന്ന ജീവികൾ ഏതൊക്കെയാണ്? ഇത് രണ്ടും കഴിക്കുന്ന ജീവികൾ അത് ഏതൊക്കെയായിരിക്കാം? ഹെൻ, ഫ്രോഗ്, ക്രോ, സ്ക്വറൽ. ഇത്രയും എഴുതി വയ്ക്കുക. അടുത്ത എന്താണ്? ദി ക്രിയേച്ചേഴ്സ് which eat only plant parts are called herbivorous. The creatures which eat only meat are called carnivorous. Omnivorous are creatures that eat both plants and meat.
അതായത് സസ്യഭാഗങ്ങൾ മാത്രം കഴിക്കുന്നവയെ സസ്യാഹാരികൾ അഥവാ ഹെർബിവോറസ് എന്നും മാംസം മാത്രം കഴിക്കുന്നവയെ കാർണിവോറസ് മാംസാഹാരികൾ എന്നും പിന്നെ സസ്യഭാഗങ്ങളും മാംസവും കഴിക്കുന്നവയെ ഓംനിവോറസ് അഥവാ മിശ്രാഹാരികൾ എന്നും പറയുന്നു. അപ്പോൾ ഓംനിവോറസ്, കാർണിവോറസ്, ഹെർബിവോറസ് ഇത് മൂന്നും പഠിച്ചു വെക്കുക. നെക്സ്റ്റ്, കളർ ദി സർക്കിൾസ് ഇൻ ദി ബോക്സ് അക്കോർഡിംഗ് ടു ദി ക്ലൂസ് ഗീവൺ. ഈ താഴെ കുറിച്ച് ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഈ കാർണിവോറസ്, ഓംനിവോറസ്, ഹെർബിവോറസ് അതായത് മാംസം കഴിക്കുന്നവ, പിന്നെ സസ്യം കഴിക്കുന്നവ, പിന്നെ ഇവ രണ്ടും കഴിക്കുന്നവ. ഇവയെ ഈ നിറത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിറം നൽകണം. അതായത് വട്ടത്തിൽ ഒരു വട്ടം കൊടുത്തിരിക്കുന്നു കണ്ടോ. അപ്പം ആ സർക്കിളിൽ നിങ്ങൾ ഇവ ഏതൊക്കെയാണ് ഓംനിവോറസ്, ഏതൊക്കെയാണ് കാർണിവോറസ്, ഏതൊക്കെയാണ് ഹെർബിവോറസ് എന്ന് പറഞ്ഞ് നിങ്ങൾ കളർ കൊടുക്കുക. അപ്പോൾ ഏതൊക്കെയായിരിക്കാം ഈ കളറ്? എല്ലാവർക്കും അറിയാം അല്ലേ? കവ് എന്താ കഴിക്കുന്നത്? അപ്പോൾ കവിന് യെല്ലോ അല്ല, റെഡ് കളർ കൊടുക്കണം. അതായത് കവ് സസ്യം മാത്രമേ കഴിക്കൂ, പ്ലാന്റ്. പിന്നെയോ ഡിയറിനും നമുക്ക് റെഡ് കളർ കൊടുക്കാം. പിന്നെ ഹെന്നിന് നമ്മൾ എന്ത് കളർ കൊടുക്കും? ഹെന്നിന് ഗ്രീൻ കളർ കൊടുക്കാം. അതായത് ഹെന്ന് പറയുന്നത് ഓംനിവോറസ് ആണ്, രണ്ടും കഴിക്കും. ബാക്കിയെല്ലാം നിങ്ങൾ കൂടുതൽ നോക്കിയിട്ട് നിങ്ങൾ കളറ് കൊടുക്കുക. അടുത്ത് എന്താണ്? കംപ്ലീറ്റ് ദി ലിസ്റ്റ് ബൈ ആഡിങ് മോർ നെയിംസ് ഓഫ് അനിമൽസ്. അതായത് കൂടുതൽ ജീവികളുടെ പേരൊക്കെ ചേർത്തിട്ട് ഈ പട്ടിക, ഈ ടേബിൾ പൂർത്തിയാക്കണം. ഇത് കംപ്ലീറ്റ് ചെയ്യണം. ഹെർബിവോറസ്, കാർണിവോറസ്, ഓംനിവോറസ് സസ്യാഹാരികൾ, മാംസാഹാരികൾ, മിശ്രാഹാരികൾ. ഏതൊക്കെ പേര് നമുക്ക് കൊടുക്കാം? ഒരുപാട് പേരുകൾ കൊടുക്കാം അല്ലേ? കുറച്ച് പേര് കവ് കൊടുത്തിട്ടുണ്ട് ഹെർബിവോറസിൽ, അതായത് സസ്യാഹാരിയിൽ. നമുക്ക് ഹോഴ്സ്, റാബിറ്റ്, ജിറാഫ്, ഡിയർ, ഗോട്ട് ഇത്രയും കൊടുക്കാം. ഹോഴ്സ്, റാബിറ്റ്, ജിറാഫ്, ഡിയർ, ഗോട്ട്. അടുത്തത് കാർണിവോറസ്, മാംസം കഴിക്കുന്നവ. ലയൺ കൊടുത്തിട്ടുണ്ട്, സിംഹം കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വൂൾഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? കഴുകൻ. പിന്നെ ജാക്കൽ എന്ന് പറഞ്ഞാൽ കുറുനരി. പിന്നെ ലിയോപാഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? പുള്ളിപ്പുലി. പിന്നെ ഡോഗ്, പിന്നെ ക്യാറ്റ്. ഇവയൊക്കെ നമുക്ക് ഈ കാർണിവോറസിൻ്റെ സ്ഥാനത്ത് കൊടുക്കാം, മാംസാഹാരികളുടെ സ്ഥാനത്ത് കൊടുക്കാം. പിന്നെയോ ഓംനിവോറസ്, മിശ്രാഹാരികൾ, രണ്ടും കഴിക്കുന്നവർ. ക്രോ കൊടുത്തിട്ടുണ്ട്. പിന്നെയോ ഹെൻ, അതായത് കോഴി. പിന്നെ ഹ്യൂമൻസ് എന്ന് വെച്ചാൽ മനുഷ്യർ. പിന്നെ ഡക്ക്, താറാവ്. പിന്നെ ആൻഡ്, ഉറുമ്പ്. പിന്നെ പിഗ്, പന്നി. ഇതൊക്കെ നമുക്ക് ഓംനിവോറസിൻ്റെ സ്ഥാനത്ത് കൊടുക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഈസ് ദയർ എനി കണക്ഷൻ ബിറ്റ്വീൻ ദി ബോഡി ഫീച്ചേഴ്സ് ഓഫ് ക്രിയേച്ചേഴ്സ് ആൻഡ് ദയർ ഫുഡ് ഹാബിറ്റ്സ്? വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ? റൈറ്റ്. അതായത് ഈ ജീവികളുടെ ആഹാര രീതിയും അവയുടെ ശരീരത്തിൻ്റെ പ്രത്യേകതകളും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം എഴുതി വയ്ക്കാം. അടുത്തത് എന്താണ്? ഒബ്സർവ് ദി പിക്ചേഴ്സ് വിച്ച് ബോഡി പാർട്സ് ഓഫ് ദി ക്രിയേച്ചേഴ്സ് ഹെൽപ്പ് ദം ടു ക്യാച്ച് ദയർ പ്രേ ആൻഡ് ഈറ്റ് ഹൗ. അതായത് നമ്മൾ ചിത്രം നോക്കിയിട്ട് ഈ മൃഗങ്ങളുടെ ചിത്രങ്ങൾ ശ്രദ്ധിക്കുക. എന്നിട്ട് നമുക്ക് ഇവിടെ ഏതൊക്കെ ശരീരഭാഗങ്ങളാണ് ഈ ജീവികൾക്ക് ഇരയെ പിടിക്കാനും ആഹാരമാക്കാനും സഹായിക്കുന്നത് എന്ന് എഴുതണം. അതായത് ജീവികളുടെ ഏതൊക്കെ ഭാഗങ്ങൾ ഉപയോഗിച്ചാണ് ഇവർ ഇരയെ പിടിക്കുന്നതും അവ ആഹാരമാക്കുന്നതും എന്ന് എഴുതി വയ്ക്കണം. ഡക്കിന് എങ്ങനെയാണ്? ഓയിലി ഫിദേഴ്സ് എന്ന് വെച്ചാൽ ഒരു ഓയിലി ആയിട്ടുള്ള ഒരു എണ്ണ കലർന്ന ഒരു തൂവലാണ് അതിനുള്ളത്. പിന്നെ വെബ്ഡ് ടോയ്സ്, അതായത് പരന്ന ഒരു കാൽപാദമാണ് ഈ ഡക്കിന് ഉള്ളത്. പിന്നെ അതിൻ്റെ ബീക്ക് എന്ന് പറയുന്നത് കൊക്ക്, അതായത് ഈ ഡക്കിൻ്റെ കൊക്ക് എങ്ങനെ ഇരിക്കുന്ന? ഫ്ലാറ്റ് ആൻഡ് സ്ട്രോങ്. അത് ഫ്ലാറ്റാണ്, പരന്നും പിന്നെ സ്ട്രോങ് ആയിട്ടുമുള്ളതാണ്. അപ്പോൾ ഡക്കിൻ്റെ ഓയിലി ഫിദേഴ്സ്, വെബ്ഡ് ടോയ്സ്, ദി ബീക്ക് ഈസ് ഫ്ലാറ്റ് ആൻഡ് സ്ട്രോങ്. അടുത്തെന്താണ്? പരുന്ത്, ഈഗിളിന് എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ട്?
ലാർജ് ആൻഡ് സ്ട്രോങ് വിങ്സ്. വലുതും സ്ട്രോങ്ങുമായ ശക്തിയുള്ളതുമായ വിങ്സ് ഉണ്ട്, ചിറകുകളുണ്ട്. പിന്നെ ഷാർപ്പ് വിഷൻ എന്ന് വെച്ചാൽ വളരെ ഷാർപ്പായിട്ട്, അതായത് വളരെ ദൂരത്ത് നിന്ന് പോലും അതിനെ കാണുവാൻ കഴിയും. പിന്നെ ഷാർപ്പ് ബീക്ക് ആൻഡ് ക്ലോസ്, അതായത് അത് ഷാർപ്പായിട്ടുള്ള ബീക്ക്, നല്ല ഷാർപ്പ്, നല്ല കൂർത്ത കൊക്കും പിന്നെ ക്ലോസ് എന്ന് പറഞ്ഞാൽ നഖങ്ങളും ഉണ്ട്. പിന്നെ ഫ്രോഗിന് ഒരു സ്റ്റിക്കി ടാങ്ക്, സ്റ്റിക്കി ആയിട്ടുള്ള ഒരു ടങ്കാണ്. അതായത് ഇങ്ങനെ തന്നെ നീട്ടുവാനൊക്കെ കഴിയും അതിൻ്റെ ടങ്ക്, നാക്ക്. പിന്നെ അതിനൊരു സ്ലിമ്മി ആയിട്ടുള്ളൊരു ബോഡിയാണ് അല്ലേ, കനം കുറഞ്ഞൊരു ശരീരമാണ് തവളയ്ക്കുള്ളത്. പിന്നെ പാഡിൽ ലൈക്ക് ലെഗ്സ്, അതായത് അതിൻ്റെ കാലുകൾക്ക് തുഴയുവാൻ കഴിയും. പിന്നെ എന്താണ് ലയണിന് എന്തൊക്കെയാണ് അതിൻ്റെ ഫീച്ചേഴ്സ്? അത് സ്ട്രോങ് ആയിട്ടുള്ളൊരു ബോഡി ഉണ്ട് അല്ലേ, നല്ല സ്ട്രോങ് ആണ് അതിൻ്റെ ബോഡി, സ്ട്രോങ് ബോഡി ഉണ്ട്. പിന്നെയോ അതിന് നല്ല വേഗത്തിൽ ഓടാൻ കഴിയും, എബിലിറ്റി ടു റൺ ഫാസ്റ്റ്, നല്ല ഫാസ്റ്റിൽ അതിന് റൺ ചെയ്യാൻ കഴിയും. പിന്നെ എന്താണ്, ഷാർപ്പായിട്ടുള്ള ടീത്ത് ഉണ്ട്, നല്ല ഷാർപ്പ് മുറിച്ചുള്ള പല്ലുകളുണ്ട്. പിന്നെ എന്താണ്, ഷാർപ്പ് ആൻഡ് സ്ട്രോങ് നെയിൽസ്, അതായത് നല്ല ഷാർപ്പായതും പിന്നെ സ്ട്രോങ് ആയിട്ടുള്ളതുമായ നഖങ്ങളും ഉണ്ട്. കൂർത്തതും നല്ല ശക്തിയുള്ളതുമായ നഖങ്ങളും ഉണ്ട്. അടുത്തത് എന്താണ്, carnivores use their sharp nails to attack their prey. They use their sharp pointed teeth to bite and tear their prey. എന്ന് വെച്ചാൽ ഈ കാർണിവോറസ്, അതായത് മാംസം കഴിക്കുന്ന ജീവികൾ, അവയ്ക്ക് കൂർത്ത നഖങ്ങൾ ഉള്ളത് കൊണ്ട് ഇരയെ കീഴ്പ്പെടുത്താനായിട്ട് അവ ഉപയോഗിക്കുന്നു. പിന്നെ അവരുടെ പല്ല് നല്ല കൂർത്ത് മൂർച്ചയേറിയ പല്ലുകളുള്ളത് കൊണ്ട് അവ ഇരയെ കടിച്ചു കീറുന്നു. നെക്സ്റ്റ് എന്താണ്, carnivorous birds can pick and eat their prey with their strong and sharp beaks. Strong legs and their sharp bent claws help them in gathering food. ഈ കാർണിവോറസ്, അതായത് ഈ മാംസം കഴിക്കുന്ന പക്ഷികൾക്ക് ബലമുള്ളതും കൂർത്തതുമായ ചുണ്ടുകൾ കൊണ്ട് ഇറയെ കൊത്തിയെടുത്ത് ആഹാരമാക്കി കഴിക്കാൻ കഴിയും. പിന്നെ ബലമേറിയ കാലുകളും ഊർത്ത് വളഞ്ഞ നഖങ്ങളും ഇവയ്ക്കുള്ളത് കൊണ്ട് ഇതും ആഹാരം സമ്പാദിക്കുവാൻ വേണ്ടി സഹായിക്കുന്നു. ഇനി അടുത്തത് എന്താണ്, The structure of the teeth of herbivores is suited to chew plant pads. പിന്നെ ഈ ഹെർബിവോറസ്, അതായത് ഈ സസ്യം മാത്രം കഴിക്കുന്നത്, അവയ്ക്കാണെങ്കിലോ ഈ ചവച്ചരയ്ക്കുന്നതിന് അത് ചൂ എന്ന് പറഞ്ഞാൽ ചവച്ചരയ്ക്കുന്നതിന് അനുയോജ്യമായിട്ടുള്ളൊരു പല്ലാണ് ഇവർക്കുള്ളത്. സസ്യത്തിൻ്റെ ഭാഗങ്ങളൊക്കെ അവയ്ക്ക് നന്നായിട്ട് ചവച്ചരയ്ക്കുവാനായിട്ട് ഈ പല്ല് ഉപയോഗിച്ച് കഴിയും. അവയുടെ പല്ല് ഒരു സ്ട്രക്ചർ ഓഫ് ദി ടീത്ത്, അങ്ങനത്തെ ഒരു പ്രത്യേകതയുള്ള ഒരു പല്ലാണ്. നെക്സ്റ്റ് എന്താണ്, മെനി ഫോംസ് വൺ ലൈഫ് എന്ന് പറഞ്ഞാൽ പല രൂപങ്ങളിൽ ഇങ്ങനെ വന്നിട്ട് ഒരു ജീവിതം, അതായത് പല രൂപങ്ങൾ വന്നിട്ടാണ് അവ ജീവിക്കുന്നത്. അതെന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. Mitra was playing in the courtyard. There were some light yellow pearly objects in a plant. Mitra called her mother. Mother looked at the leaves. മിത്ര മുറ്റത്ത് കളിക്കുകയായിരുന്നു. അപ്പോൾ ചെടിയിൽ കുറേ ഇളം മഞ്ഞ മുത്തുപോലെ കണ്ടു. അപ്പോൾ അമ്മയെ വിളിച്ചു പറഞ്ഞു, അമ്മേ ഇങ്ങനെ ഇലകൾ നോക്ക് എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ വന്ന് നോക്കി. എന്നിട്ട് അമ്മ എന്താ പറഞ്ഞേ, These are the eggs of a butterfly, dear. She waited eagerly to see the butterfly coming out of the egg. What a surprise! She saw only worms. Mom, are they really not the eggs of the butterflies? These worms will become butterflies, dear. It is called a larva. Mitra became curious. She took photos of the changes happening to the worm in the following days. Observe the pictures, find out the names of each stage and write its features in your environmental science diary. അമ്മ വന്നിട്ട് എന്താ പറഞ്ഞത്, മോളെ ഇത് ചിത്രശലഭത്തിൻ്റെ മുട്ടയാ, ബട്ടർഫ്ലൈയുടെ മുട്ടയാണിത്.
അപ്പോൾ ഇവക്കത് കണ്ടിട്ട് കേട്ടിട്ട് അത്ഭുതമായി. ഇവളിങ്ങനെ മുട്ടയിൽ നിന്ന് പൂമ്പാറ്റ വിരിഞ്ഞിറങ്ങുന്നതിന് വേണ്ടി അവൾ ഇങ്ങനെ കാത്തിരുന്നു. പക്ഷെ അവൾ എന്താ കണ്ടത്? അവൾ കണ്ടത് പുഴുക്കളെയാണ്. ഈ മുട്ടയിൽ നിന്ന് പുഴുക്കൾ വരുന്നതാണ് അവൾ കണ്ടത്. അപ്പോൾ അവൾ പറഞ്ഞു, അമ്മേ ഇത് പൂമ്പാറ്റയല്ലല്ലോ. അപ്പോൾ അമ്മ എന്ത് പറഞ്ഞു? മോളെ, ഈ പുഴുക്കളാണ് പൂമ്പാറ്റകളായി മാറുന്നത്. ഇവയെ ലാർവ എന്നാണ് പറയുന്നത്. അമ്മ പറഞ്ഞു, ഈ പുഴുക്കളാണ് പൂമ്പാറ്റകളായി മാറുന്നത്, ഇവയെ ലാർവ എന്നാണ് പറയുന്നത്. ഇത്രയ്ക്ക് വളരെ ക്യൂരിയോസിറ്റി ആയി അല്ലേ? ഇത്രയ്ക്ക് ഭയങ്കര കൗതുകമായി. തുടർന്ന് അവൾ ഇങ്ങനെ ഈ പുഴുവിനുണ്ടായ മാറ്റങ്ങളൊക്കെ അവൾ ഇങ്ങനെ നിരീക്ഷിച്ച് അതിൻ്റെ ഫോട്ടോയൊക്കെ എടുത്തു. അവൾ ക്യാമറയിൽ പകർത്തി. അപ്പോൾ പിക്ചർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ നിരീക്ഷിക്കണം. എന്നിട്ട് ഓരോ ഘട്ടത്തിൻ്റെയും പേരുകൾ അന്വേഷിച്ച് കണ്ടെത്തി നിങ്ങളുടെ സയൻസ് ഡയറിയിൽ നിങ്ങൾ എഴുതി വെക്കണം. എവിടെ മുതലാണ്? എഗ്ഗ് അല്ലേ? ആദ്യം എഗ്ഗ്, മുട്ട, പിന്നെ അവ ലാർവയാകുന്നു അല്ലേ? പിന്നെ അത് പ്യൂപ്പ, പിന്നെ അത് അഡൾട്ട്, പിന്നെ അത് അഡൾട്ട് എന്ന് പറഞ്ഞാൽ ബട്ടർഫ്ലൈസ് ആകുന്നു. അപ്പോൾ ആദ്യം മുട്ടയൊക്കെ പിരിഞ്ഞ് ലാർവയായി, പിന്നെ അതൊരു പ്യൂപ്പ രൂപത്തിലാകുന്നു, പിന്നെ അത് അഡൾട്ടായി മാറുന്നു, പ്രായപൂർത്തിയായ ചിത്രശലഭമായിട്ട് മാറുന്നു. If you observe the bottom of the curry leaves and other plants, you can find butterfly eggs sticking there. അപ്പം നിങ്ങൾ ഈ കറിവേപ്പിൻ്റെ ഇലയൊക്കെയില്ലേ, അതിൻ്റെയും പിന്നെ മറ്റ് ഇലകളുടെയൊക്കെ അടിയിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ അതിൽ പറ്റി പിടിച്ചിരിക്കുന്ന ഈ ബട്ടർഫ്ലൈയുടെ മുട്ടയൊക്കെ കണ്ടെത്തുവാനായിട്ട് കഴിയും. അടുത്തതായിട്ട് ഒരു ബട്ടർഫ്ലൈക്ക് കളർ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. കളർ ദി ബട്ടർഫ്ലൈ. നിങ്ങൾ ആ ബട്ടർഫ്ലൈക്ക് നല്ല മനോഹരമായ കളറൊക്കെ കൊടുക്കുക. നെക്സ്റ്റ് പേജ്. ഒബ്സർവ് ദീസ് ബട്ടർഫ്ലൈസ് ആർ ഇൻ ദി ഡിസൈൻസ് ഓൺ ദി വിങ്സ് ദി സെയിം. ഹൗ അബൌട്ട് ദി ബട്ടർഫ്ലൈ ദാറ്റ് യു കളേർഡ്? ഡു ദി വിങ്സ് ഓഫ് ഓൾ ബട്ടർഫ്ലൈസ് ലുക്ക് ലൈക്ക് ദിസ്? ഒബ്സർവ് ദി ബട്ടർഫ്ലൈസ് ഇൻ യുവർ സറൗണ്ടിങ്സ്. പ്രസന്റ് യുവർ ഫൈൻഡിങ്സ് ടു ദി ക്ലാസ്. അതായത് നിങ്ങൾ ഈ രണ്ട് പൂമ്പാറ്റകളുടെ പിക്ചർ കൊടുത്തിരിക്കുന്നത് കണ്ടോ? രണ്ട് ചിറകുകളിലെയും ഈ നിറവിന്യാസം എന്ന് പറയുന്നത് ഒരുപോലെയാണ് അല്ലേ? നിങ്ങൾ നിറം നൽകിയ പൂമ്പാറ്റയ്ക്ക് എന്താണ് ഇതുപോലെയുള്ള നിറമാണോ നിങ്ങൾ കൊടുത്തിരിക്കുന്നത്? പിന്നെ എന്താണ്, എല്ലാ പൂമ്പാറ്റകളുടെയും ഇരു ചിറകുകളും ഒരുപോലെയാണോ? നിങ്ങൾ നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഈ പൂമ്പാറ്റകളെയൊക്കെ നിങ്ങൾ ഒബ്സർവ് ചെയ്യണം. നിരീക്ഷിച്ചിട്ട് നിങ്ങളത് എന്തൊക്കെയാണെന്ന് നിങ്ങൾ കണ്ടെത്തിയെന്ന് നിങ്ങൾ ക്ലാസ്സിൽ അവതരിപ്പിക്കണം. ടീച്ചറും കുട്ടികളും എന്തൊക്കെയോ പറയുന്നുണ്ടല്ലോ. എന്താണ് പറയുന്നത്? ഈച്ച് ക്ലാസ് ഓഫ് ബട്ടർഫ്ലൈ ഈസ് ഗിവൺ നെയിംസ് ടു ഐഡൻറ്റിഫൈ ദം. ഡു ബട്ടർഫ്ലൈസ് ഹാവ് നെയിംസ്? അപ്പോൾ പൂമ്പാറ്റകളെ തിരിച്ചറിയുന്നതിനായി ഇങ്ങനെ ഓരോ പേരുകൾ നൽകിയിട്ടുണ്ട് എന്ന് ഈ കുട്ടി പറയുകയാണ്. അപ്പോൾ അടുത്ത കുട്ടി പൂമ്പാറ്റകൾക്കും പേരോ എന്നൊക്കെ ചോദിക്കുകയാണ് അല്ലേ? രണ്ട് പൂമ്പാറ്റകളുടെ പേര് കൊടുത്തിട്ടുണ്ട് അല്ലേ? കോമൺ ജസ്ബൽ, അതിൻ്റെ മലയാള പേര് വിലാസിനി എന്നാണ്. അടുത്തത് കോമൺ ഗ്രാസ് യെല്ലോ, അത് മഞ്ഞ പാപ്പാത്തി എന്നാണ് അതിനെ മലയാളത്തിൽ പറയുന്നത്. അടുത്ത പേജിൽ എന്താണ്? ദി ലാർജസ്റ്റ് ബട്ടർഫ്ലൈ ഇൻ കേരളം ഈസ് സൗത്തേൺ ബേഡ്വിങ് ഗരുഡശലഭം ആൻഡ് ദി സ്മോളസ്റ്റ് ഈസ് ഗ്രാസ് ജുവൽ. ദി ഒഫീഷ്യൽ ബട്ടർഫ്ലൈ ഓഫ് കേരളം ഈസ് മലബാർ ബാൻഡഡ് പീകോക്ക് ബുദ്ധമയൂരി. ഗ്രാസ് ജുവലിന് പറയുന്നത് രത്നനീലി. ഈ കേരളത്തിൽ കാണപ്പെടുന്നതിലെ ഏറ്റവും വലിയ ചിത്രശലഭം ഗരുഡശലഭമാണ്. പിന്നെ ചെറുത് രത്നനീലിയാണ്. പിന്നെ നമ്മുടെ കേരളത്തിൻ്റെ ഔദ്യോഗിക ശലഭം എന്ന് പറയുന്നത്, ഒഫീഷ്യലായിട്ടുള്ളൊരു ബട്ടർഫ്ലൈ എന്ന് പറയുന്നത് ബുദ്ധമയൂരിയാണ്. പിന്നെ എന്താണ്, താഴെ കുറിച്ച് ചിത്രം കൊടുത്തിട്ടുണ്ട് അല്ലേ? ദി പിക്ചേഴ്സ് ഓഫ് സം ബട്ടർഫ്ലൈസ് ഫൗണ്ട് ഇൻ അവർ സറൗണ്ടിങ്സ് ആർ ഗീവൺ ബിലോ. നമ്മുടെ നാട്ടിലൊക്കെ കണ്ടുവരുന്ന ചില ബട്ടർഫ്ലൈസിൻ്റെ ചിത്രങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ടൗണി കോസ്റ്റർ, കോമൺ പാരറ്റ്, ബ്ലൂ ടൈഗർ, ക്രിംസൺ റോസ്, ലെമൺ പാൻസി, കോമൺ മോർമോൺ. ഇവയുടെ മലയാളം പേര് തീച്ചിറകൻ, നാട്ടുകോമാളി, നീലക്കടുവ, ചക്കരശലഭം, പുള്ളിക്കുറുമ്പൻ, നാരകക്കാളി. നിങ്ങൾ
ഒബ്സർവ് ചെയ്യുക. ഒബ്സർവ് ദി ബട്ടർഫ്ലൈസ് ഇൻ യുവർ സറൗണ്ടിങ്സ്, ഫൈൻഡ് ദെയർ നെയിംസ് ആൻഡ് റൈറ്റ് ദം. നിങ്ങൾ ഇതേപോലെ നിങ്ങളുടെ പ്രദേശത്ത് പോയിട്ട് പൂമ്പാറ്റകളെയൊക്കെ നിരീക്ഷിച്ചിട്ട് പേരുകൾ കണ്ടെത്തി എഴുതണം. Butterflies depend on plants in two ways: for laying eggs and for food. The common mormon butterfly usually lays eggs on the citrus plant and the orangeberry plant. Their larvae eat the leaves of these plants. When they become butterflies, they find nectar from the flowers of hibiscus, white orchid tree and morning breeze plants. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഈ പൂമ്പാറ്റകൾ സസ്യങ്ങളെയൊക്കെ ആശ്രയിക്കുന്നുണ്ട് മുട്ടയിടാനും ആഹാരത്തിനും വേണ്ടിയിട്ട്. നാരകക്കാളി എന്ന് പറയുന്ന ശലഭം സാധാരണയായിട്ട് മുട്ടയിടുന്നത് നാരകം, പാണൽ എന്നീ സസ്യങ്ങളിലാണ്. നാരകത്തിൻ്റെയും പാണലിൻ്റെയും സസ്യങ്ങളിലാണ് ഈ നാരകക്കാളി എന്ന് പറയുന്ന ഈ ചിത്രശലഭം മുട്ടയിടുന്നത്. പിന്നെ ഇവയുടെ പുഴുക്കൾ ഭക്ഷണമാക്കുന്ന ഈ ചെടികളുടെ ഇലകളാണ്. ഈ മുട്ട വിരിഞ്ഞ ഈ ലാർവ പുഴു വരുമല്ലോ പുറത്ത്. അപ്പോൾ ഈ ചെടികളുടെ ഇലകളാണ് ഈ പുഴുക്കൾ തിന്നുന്നത്. പിന്നെയോ ഇവ കുറച്ച് കഴിയുമ്പോൾ പൂമ്പാറ്റയായി മാറും. അപ്പോൾ ഇവ തേൻ കുടിക്കുന്നത് ചെമ്പരത്തി, മന്ദാരം, മുസാന്ത തുടങ്ങിയ പൂക്കളിൽ നിന്നാണ്. അടുത്ത പേജിൽ എന്താണ്? ഗ്രോ പ്ലാന്റ്സ് ലൈക്ക് പഗോഡ ഫ്ലവർ, rattle beet, curry leaf plant, citrus, oleander that attract butterflies in your school's biodiversity garden. Observe what types of butterflies come to the garden. അതായത് നിങ്ങളുടെ സ്കൂളിലെ ബയോഡൈവേഴ്സിറ്റി ഗാർഡൻ ജൈവ വൈവിധ്യ ഉദ്യാനത്തിൽ പോയിട്ട് കൃഷ്ണകിരീടം, കിലുക്കി, കറിവേപ്പ്, നാരകം, അരളി അങ്ങനെ ശലഭങ്ങളെ ആകർഷിക്കുന്ന ചെടികളൊക്കെ നട്ടുപിടിപ്പിക്കണം. എന്നിട്ട് ഏതെല്ലാം ശലഭങ്ങളാണ് നിങ്ങളുടെ ഈ സ്കൂളിലെ ഉദ്യാനത്തിൽ ഈ ഗാർഡനിൽ വരുന്നതെന്ന് നിങ്ങൾ നോക്കണം, നിരീക്ഷിക്കണം. അടുത്തെന്താണ്? ഹൗ മെനി വെറൈറ്റീസ് ഓഫ് ക്രിയേച്ചേഴ്സ് ആർ അറൗണ്ട് ആസ്, വേർ ഡു ദേ ലീവ്? അതായത് എത്രമാത്രം വെറൈറ്റി ആയിട്ടുള്ള അല്ലേ, എത്രമാത്രം വൈവിധ്യമുള്ള ജീവികൾ ആ ക്രിയേച്ചേഴ്സാണ് നമുക്ക് ചുറ്റുമുള്ളത്. അവ എവിടെയൊക്കെയാണ് ലീവ് താമസിക്കുന്നത്? എവിടെയൊക്കെയാണ്? ഫോറസ്റ്റ്, പോണ്ട്, റിവർ, ഇത്രയും കൊടുത്തിട്ടുണ്ട് അല്ലേ. ഫോറസ്റ്റ് കാട്ടിൽ, പോണ്ട് കുളത്തിൽ, പിന്നെ റിവർ നദിയിൽ, പിന്നെ എന്തൊക്കെ എഴുതണം? 3 നമ്മൾ എഴുതി ചേർക്കണം. പാഡി ഫീൽഡ് എഴുതാം അല്ലേ. പാഡി ഫീൽഡ് എന്ന് പറഞ്ഞാൽ പാടം, അവിടെ എഴുതാം. പിന്നെയോ സേക്രഡ് ഗ്രോവ് എഴുതാം. സേക്രഡ് ഗ്രോവ് എന്ന് പറഞ്ഞാൽ ഈ എന്താണ് പറയുക, സർപ്പക്കാട് എന്നൊക്കെ പറയും. പിന്നെ നമുക്ക് വേറെ എന്താ എഴുതാം? സ്ട്രീം, അതായത് സ്ട്രീം നദിയിൽ, പിന്നെ ഹിൽ കുന്നിൽ, പിന്നെ ട്രീ മരത്തിൽ, ഇത്രയൊക്കെ എഴുതാം. എളുപ്പമുള്ള 3 എഴുതാം. ട്രീ എഴുതാം, ഹിൽ കുന്ന് എഴുതാം, പിന്നെ പാഡി ഫീൽഡ് എഴുതാം. പിന്നെ എന്താണ് അടുത്ത ചോദ്യം? വാട്ട് വിൽ ഹാപ്പൻ ഇഫ് ദേ ബിക്കം എക്സ്റ്റിൻക്റ്റ്? ദി എർത്ത് ബിലോങ്സ് ടു എവരിവൺ, ഡസൻറ്റ് ഇറ്റ്? ഈ ജീവികളുടെ ഈ ഹാബിറ്റാറ്റൊക്കെ ഇല്ലാതായി കഴിഞ്ഞാൽ എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഉണ്ടാവുക? ഭൂമി എല്ലാവർക്കും അവകാശപ്പെട്ടതാണ് അല്ലേ. ഈ ജീവികൾ വസിക്കുന്ന ഈ ചുറ്റുപാടൊക്കെ നമ്മൾ സംരക്ഷിക്കുന്നു അല്ലേ. അപ്പോൾ ഇവ ഇല്ലാതായാൽ എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഉണ്ടാവുക എന്ന് നമുക്ക് നോക്കാം. എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കാം? ക്രിയേച്ചേഴ്സ് വിൽ ലോസ് ദെയർ ഹാബിറ്റാറ്റ്. അതായത് ഈ ക്രിയേച്ചേഴ്സ്, ഈ ജീവികളൊക്കെ ലോസ് ആകും, അപ്രത്യക്ഷമാകും. ഈ അവയുടെ ഹാബിറ്റാറ്റിൽ നിന്ന്, അവയുടെ ആവാസ വ്യവസ്ഥയിൽ നിന്ന് ഇവയൊക്കെ അപ്രത്യക്ഷമാകും. പിന്നെയോ ഇൻക്രീസ് ദി നമ്പർ ഓഫ് സം ക്രിയേച്ചേഴ്സ്, ചില ക്രിയേച്ചേഴ്സിൻ്റെയൊക്കെ എണ്ണം കൂടും, അവയുടെയൊക്കെ എണ്ണം ഇൻക്രീസ് ആകും, വർദ്ധിക്കും. പിന്നെ എന്താണ്? ദി നമ്പർ ഓഫ് സം ക്രിയേച്ചേഴ്സ് ഡിക്രീസ്, അതായത് ചില ക്രിയേച്ചേഴ്സിൻ്റെയൊക്കെ എണ്ണം ഡിക്രീസ് ആകും, ചില ക്രിയേച്ചേഴ്സിൻ്റെയൊക്കെ എണ്ണം വളരെ കുറയും. പിന്നെയോ ദി എക്സിസ്റ്റൻസ് ഓഫ് ഹ്യൂമൻ വിൽ ബി ഇൻ ഡേഞ്ചർ, ഈ മനുഷ്യൻ്റെ നിലനിൽപ്പ് തന്നെ ഡേഞ്ചർ ആവും, അപകടത്തിൽ ആകും. പിന്നെ എന്താണ് അടുത്തത്? ഒരു ചോദ്യം, വാട്ട് ക്യാൻ വി ഡു ടു പ്രൊട്ടക്ട് ദി സറൗണ്ടിങ്സ് വെയർ ദീസ് ക്രിയേച്ചേഴ്സ് ലീവ്? അതായത് നമുക്ക് ഈ ചുറ്റുപാടുകൾ സംരക്ഷിക്കുന്നതിനായിട്ട് എന്തൊക്കെ ചെയ്യുവാനായിട്ട് കഴിയും? എന്തൊക്കെ ചെയ്യാൻ കഴിയും ഈ ചുറ്റുപാടുകൾ സംരക്ഷിക്കാൻ, സറൗണ്ടിങ്സ് ഒക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നമുക്ക് മനുഷ്യർക്ക് എന്തൊക്കെ ചെയ്യുവാൻ കഴിയും? ആദ്യം എന്താണ് കൊടുത്തിരിക്കുന്നത്? ഡു നോട്ട് ത്രോ വേസ്റ്റ് അല്ലേ. വേസ്റ്റ് ഒന്നും വലിച്ചെറിയരുത്, മാലിന്യങ്ങളൊന്നും വലിച്ചെറിയാതിരിക്കുക. പിന്നെയോ
പിന്നെ നമുക്ക് പ്രൊട്ടക്ട് ദി വാട്ടർ ബോഡീസ് എഴുതാം അല്ലേ. വാട്ടർ ബോഡീസ്, കുളങ്ങൾ, പുഴ അങ്ങനെയൊക്കെ ഉള്ളതിനെ നമുക്ക് സംരക്ഷിക്കണം. പിന്നെ പ്രൊട്ടക്ട് ദി ഹാബിറ്റാറ്റ് ഓഫ് ക്രിയേച്ചേഴ്സ്, അതായത് ഈ ക്രിയേച്ചേഴ്സ്, ജീവികളൊക്കെ ജീവിക്കുന്ന ഹാബിറ്റാറ്റ്, ആവാസ വ്യവസ്ഥ, നമ്മൾ അവിടെ വാസസ്ഥലം നമ്മൾ എന്ത് ചെയ്യണം? പ്രൊട്ടക്റ്റ് ചെയ്യണം. അവ നമ്മൾ സംരക്ഷിക്കണം. ഹാബിറ്റാറ്റ്, വാസസ്ഥലം, അവ നമ്മൾ സംരക്ഷിക്കണം. പിന്നെയോ നമ്മൾ എന്ത് ചെയ്യണം? കൺട്രോൾ ദി യൂസ് ഓഫ് പെസ്റ്റിസൈഡ്സ്, അതായത് ഈ പെസ്റ്റിസൈഡ്സ് ഒക്കെ ഉണ്ടല്ലോ, കീടനാശിനികൾ, ഇവയൊക്കെ നമ്മൾ വളരെ നിയന്ത്രിച്ച് നമ്മൾ ഉപയോഗിക്കണം. ഇതൊക്കെ കൺട്രോൾ ചെയ്ത് പെസ്റ്റിസൈഡ്സൊക്കെ നമ്മൾ ഉപയോഗിക്കണം. അപ്പോൾ ഇവയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ സറൗണ്ടിങ്സ് നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യുവാനായിട്ട് കഴിയും. അവയിലെ ജീവികളെയും സംരക്ഷിക്കുവാനായിട്ട് കഴിയും. ഇനി ലെറ്റ് us assess, വിലയിരുത്താം. മിത്ര observed the body features and food habitat of the domestic animals like cat and goat and wrote them in the table. Add more details in the table. അതായത് ഈ മീനു എന്ന് പറഞ്ഞ കുട്ടി തൻ്റെ വീട്ടിലെ പൂച്ചയുടെയും ആടിൻ്റെയും, അത് വളർത്തു ജീവികളായ ഈ പൂച്ചയുടെയും ആടിൻ്റെയും ഒക്കെ ഈ ശാരീരിക സവിശേഷതകൾ നിരീക്ഷിച്ചിട്ട് പട്ടികയിൽ രേഖപ്പെടുത്തുകയാണ്. അപ്പോൾ കൂടുതൽ വിവരങ്ങൾ നമ്മൾ പട്ടികയിൽ എഴുതി ചേർക്കണം. അവയുടെ ആഹാര രീതിയും അവയുടെ ശാരീരികമായ സവിശേഷതകളും എല്ലാം നമ്മൾ, ബോഡി ഫീച്ചേഴ്സ്, പിന്നെ അവയുടെ ഫുഡ് ഹാബിറ്റാറ്റ്, ഇതൊക്കെ നമ്മൾ എഴുതി ചേർക്കണം. ക്യാറ്റ് എന്താ കഴിക്കുന്നത്? മീറ്റ് അല്ലേ, മാംസാഹാരം. ഈറ്റ് മീറ്റ്സ്, അതായത് മാംസാഹാരം കഴിക്കുന്നു. പിന്നെയോ ഹാസ് ഷാർപ്പ് നെയിൽസ് ഓൺ ഫീറ്റ്, അതിൻ്റെ കാലിൽ എന്തുണ്ട്? കൂർത്ത നഖങ്ങളുണ്ട്. പിന്നെ എന്തൊക്കെയാണ് ക്യാറ്റിൻ്റെ പ്രത്യേകതകൾ? ഹാസ് ഷാർപ്പ് ടീത്ത്, നല്ല മൂർച്ചയുള്ള പല്ലുകളുണ്ട് അല്ലേ, ഷാർപ്പ് ടീത്ത്. പിന്നെ എന്താണ്? അതായത് ഈ ക്യാറ്റ് ഹാസ് എ ലോട്ട് ഓഫ് ഫെർ ഓൺ ഇറ്റ്സ് ബോഡി, അതായത് ഈ ക്യാറ്റിൻ്റെ ദേഹത്ത്, ബോഡിയിൽ മുഴുവൻ രോമങ്ങളുണ്ട് അല്ലേ. ക്യാറ്റ് ഹാസ് എ ലോട്ട് ഓഫ് ഫെർ ഓൺ ഇറ്റ്സ് ബോഡി. പിന്നെ എന്താണ്? ഗോട്ടിന് എന്തൊക്കെ പറയാം? ഗോട്ടിന് ഈറ്റ്സ് പ്ലാന്റ് പാർട്സ്, സസ്യാഹാരം കഴിക്കുന്നു. ഡസ് നോട്ട് ഹാവ് ഷാർപ്പ് നെയിൽസ് ഓൺ ഫീറ്റ്, കാലിൽ കൂർത്ത നഖങ്ങളൊന്നുമില്ല. പിന്നെ നമുക്ക് എന്തൊക്കെ എഴുതാം? ഹാസ് ഫ്ലാറ്റ് ടീത്ത്, പരന്ന പല്ലുകളുണ്ടെന്ന് എഴുതാം. പിന്നെയോ അതിൻ്റെ ബോഡി ഹാസ് ഒരു തിക്ക് സ്കിന്നാണ് അല്ലേ, അതിൻ്റെ ബോഡി എന്ന് ഒരു തിക്കായിട്ട് ഉള്ള ഒരു സ്കിന്നാണ്. പിന്നെ എന്താണ്? പിന്നെ ഈ ഗോഡ്സിൻ്റെ ബോഡി ഈസ് ഫുൾ ഓഫ് ഫെർ, അതായത് ഈ ഗോഡ്സിൻ്റെ ബോഡിയിലും ഫുള്ള് നിറയെ രോമങ്ങൾ ഉണ്ട്. അപ്പോൾ ഇത്രയും എഴുതി വയ്ക്കുക. അടുത്ത എന്താണ് കൊടുത്തിരിക്കുന്നത്? ഫൈൻഡ് ദി സീ ക്രിയേച്ചേഴ്സ് ഹിഡൻ ഇൻ ദി പിക്ചർ ഗിവൻ, റൈറ്റ് ദെയർ നെയിംസ്. അതായത് ഈ തന്നിരിക്കുന്ന ഈ ചിത്രത്തിൽ കുറേ കടൽ ജീവികൾ ഒളിഞ്ഞിരിക്കുന്നുണ്ട് അല്ലേ, ഹിഡൻ ആയിട്ട് ഇരിക്കുന്നുണ്ട്. കുറേ സീ ക്രിയേച്ചേഴ്സ് ഉണ്ട്. അവയെ നിങ്ങൾ കണ്ടെത്തി എഴുതണം. അവയെ കണ്ടെത്തി എഴുതുക. എന്തൊക്കെ എഴുതും? നമുക്കൊന്ന് നോക്കാം അല്ലേ. അവയിൽ എന്തൊക്കെയുണ്ട്? ഒക്ടോപ്പസ് ഉണ്ട് അല്ലേ, നീരാളിയുണ്ട്, പിന്നെ സ്റ്റാർ ഫിഷ് നക്ഷത്ര മത്സ്യം, പിന്നെ ക്രാബ് ഞണ്ട്, ഡോൾഫിൻ, പ്രോൺ ചെമ്മീൻ, സീ ടർട്ടിൽ കടലാമ, പിന്നെ എന്താണ് ഷാർക്ക് സ്രാഗ്, പിന്നെ സീ ഹോഴ്സ് കടൽ കുതിര. അപ്പോൾ എന്തൊക്കെയുണ്ട്? ഒക്ടോപ്പസ്, സ്റ്റാർ ഫിഷ്, ക്രാബ്, ഡോൾഫിൻ, സീ ടർട്ടിൽ, പ്രോൺ, ഷാർക്ക്, സീ ഹോഴ്സ്. അപ്പം ഇത്രയും നിങ്ങൾ കണ്ടുപിടിച്ച് എഴുതുക. അടുത്ത എന്താണ് ക്വസ്റ്റ്യൻ? അടുത്തതൊരു താറാവിൻ്റെ ഒരു പിക്ചറൊക്കെ കൊടുത്തിട്ടുണ്ട് അല്ലേ. എന്താണ് ക്വസ്റ്റ്യൻ എന്ന് നമുക്ക് നോക്കാം. In which category does the duck belong to according to its food habits? If the duck was a carnivore like the eagle, what body features will it have? Draw and add them.
അതായത് ഈ ആഹാര രീതിയുടെ ഈ സവിശേഷതകളൊക്കെ അനുസരിച്ചിട്ട് താറാവ് ഏത് വിഭാഗത്തിലാണ് പെടുന്നത് അത് ഏത് വിഭാഗത്തിലാണ് താറാവ് പെടുന്നത്? ഒംനിവോറസ് ആണ് അല്ലേ? താറാവ് ഒംനിവോറസ് ആണ്. പിന്നെയോ ഈ താറാവ് ഈ പരുന്തിനെ പോലെ ആയിരുന്നെങ്കിൽ അതിന് എന്തൊക്കെ ശാരീരികമായ, അതായത് എന്തൊക്കെ ബോഡി ഫീച്ചേഴ്സ് ആയിരിക്കും ഉണ്ടാവുക എന്ന് നിങ്ങൾ വരച്ച് ചേർക്കണം. അപ്പോൾ ബോഡി ഫീച്ചേഴ്സ് എന്തൊക്കെ ആവാം? ഈ പരുന്തിൻ്റെ ബോഡി ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ഷാർപ്പായിട്ടുള്ള വിങ്സും ടീത്തും ബീക്കും എല്ലാം അല്ലേ? അതെല്ലാം നിങ്ങൾ വരച്ച് ചേർക്കുക. പിന്നെ അടുത്ത് എന്താണ്? എക്സ്റ്റെൻഡഡ് ആക്ടിവിറ്റീസ് എന്താണ്? തുടർ പ്രവർത്തനങ്ങൾ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം ബട്ടർഫ്ലൈസ് അറൗണ്ട് യൂസ് ഓഫ് ദി സെയിം സൈസ് ആൻഡ് കളർ. ഒബ്സർവ് ദി ബട്ടർഫ്ലൈസ് ഇൻ യുവർ സറൗണ്ടിങ്സ് ആൻഡ് ഫൈൻഡ് ദി സിമിലാരിറ്റീസ് ആൻഡ് ഡിഫറൻസസ്. കളക്ട് പിക്ചേഴ്സ് ആൻഡ് ക്രിയേറ്റ് എ ബട്ടർഫ്ലൈ ആൽബം. നിങ്ങൾ നിങ്ങളുടെ ചുറ്റുപാടുമൊക്കെ നിരീക്ഷിച്ചിട്ട് ഈ ബട്ടർഫ്ലൈസ് നിരീക്ഷിക്കുക. എന്നിട്ട് അവയുടെ സാമ്യങ്ങളും വ്യത്യാസങ്ങളും കണ്ടെത്തുക. പിന്നെ എന്താണ്? അപ്പോൾ അവയുടെ പിക്ചേഴ്സൊക്കെ, ചിത്രങ്ങളൊക്കെ ശേഖരിച്ചിട്ടൊരു ആൽബം നിർമ്മിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ. വിസിറ്റ് എനി വൺ പ്ലേസ് ലൈക്ക് പോണ്ട്, ഫീൽഡ്, ഫോറസ്റ്റ് ഓർ ഗ്രാസ് ലാൻഡ് നിയർ യുവർ സ്കൂൾ. റൈറ്റ് ദി നെയിംസ് ഓഫ് വേരിയസ് ക്രിയേച്ചേഴ്സ് യു ഐഡൻറ്റിഫൈഡ്. പ്രിപ്പയർ ആൻ ഒബ്സർവേഷൻ നോട്ട് ഓൺ എനി ടു ഓഫ് സച്ച് ക്രിയേച്ചേഴ്സ്. നിങ്ങൾ നിങ്ങളുടെ സ്കൂളിനടുത്തുള്ള കുളം, വയൽ, കാട്, പുൽമേട് ഇവയൊക്കെ സന്ദർശിച്ചിട്ട് ഇവയിലേതെങ്കിലും ഒരു സ്ഥലം സന്ദർശിച്ചാൽ മതി. എന്നിട്ട് അവിടെയുള്ള ഈ വെറൈറ്റി ആയിട്ടുള്ള അനിമൽസിനെയൊക്കെ കണ്ടെത്തണം. എന്നിട്ട് അവിടെ പ്രത്യേകമായിട്ട് എന്തെങ്കിലും നിങ്ങൾ 2 ജീവികളെ കണ്ടെങ്കിൽ അത് പ്രത്യേകമായി കാണുന്ന എന്തെങ്കിലും 2 ജീവികളുടെ ഫീച്ചേഴ്സൊക്കെ എഴുതി നിരീക്ഷണക്കുറിപ്പ് തയ്യാറാക്കണം. അപ്പോൾ നമുക്ക് ഈ ക്ലാസ് തീർന്നിരിക്കുകയാണ്. ഇനി നമുക്ക് അടുത്ത ചാപ്റ്ററുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. എല്ലാ കൊച്ചു കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.